ഞാനൊന്ന് യൂറോപ്പ് ട്രിപ്പിന് വന്നപ്പോഴത്തേക്ക് നാട്ടിലെന്തൊക്കെയാണ് സംഭവിക്കുന്നത്. MRC ഗ്യാങ് അടിച്ച് പിരിഞ്ച്, തൊപ്പീസ് ഫേക്ക് ഫേസ് എക്സ്പോസ്ഡ്. അപ്പോൾ ഇന്നലെ മുതൽ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഷമീർ ആദ്യം ഒരു വീഡിയോ ഇട്ടു, പിന്നെ അത് പ്രൈവറ്റ് ആക്കി. ഞാനത് ഇട്ടപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. പിന്നെ ലേറ്റർ ഓൺ ഷമീർ തന്നെ അത് ഓപ്പൺ ആക്കി, പ്രൈവറ്റിനും ആക്കി, പബ്ലിക് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഷമീറിൻ്റെ ലൈവ്, ജാസിയുടെ ഒരു വീഡിയോ, അങ്ങനെ കുറേ അങ്ങോട്ട് പോവാണ്. തൊപ്പി എന്ന് പറഞ്ഞാൽ ഫേക്ക് മുഖത്തിന് ഇവരിങ്ങനെ വലിച്ച് കീറൊന്നു. തൊപ്പീൻ്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് എ കട്ടപ്പ എഫക്റ്റ്. ഒപ്പം കൊണ്ട് നടന്നവരെന്നെ പിന്നെ ഒന്ന് കുത്തി എന്നുള്ളൊരു സാധനം. എന്നാൽ ഒപ്പം നടന്നവർ ഷമീർ, മമ്മു, ജാസി ഇവരുടെയൊക്കെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒപ്പം കൊണ്ട് നടന്ന് യൂസ് ചെയ്തു ടിഷ്യൂ പേപ്പർ എഫക്റ്റ്. അവരുടെ സൈഡിൽ നിന്ന്, ഷമീറിൻ്റെ സൈഡിൽ നിന്നാണെങ്കിൽ ടിഷ്യൂ പേപ്പർ എഫക്റ്റ്. തൊപ്പി അവൻ്റെ പേഴ്സണൽ ലാഭത്തിന് വേണ്ടി ഒരു രൂപ പോലും ഇവർക്ക് കൊടുക്കാതെ ഒപ്പം കൊണ്ടു നടന്ന് ഇവരെ വെച്ച് റീച്ചാക്കി റിച്ചായി. പിന്നെ നമ്മൾ കാണുന്ന തൊപ്പിയുടെ ഒരു മുഖമൊന്നുമല്ല എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. എനിക്ക് ഈ തൊപ്പിയുടെ ഈ സ്റ്റേജ് റോക്ക് ബോട്ട് അടിച്ച് അവൻ കിടക്കുന്ന ഒരു സമയമുണ്ടല്ലോ, നാട്ടുകാർ മൊത്തം അവൻ ഊക്കി അടിച്ച് എവിടെ കണ്ടാലും അവന് തല്ലിട്ടെന്നുള്ളൊരവസ്ഥയായി. ഇവൻ ഈ ഐഷോ സ്പീഡിനെ കോപ്പി ക്യാറ്റ് അടിച്ച് ഒന്നും അല്ലാത്ത രീതിയിൽ നടന്നൊരു സമയം. അന്ന് മുതൽ എനിക്ക് ഇവനറിയാം. ഇപ്പോഴുള്ള തൊപ്പിയുടെ ഫേസ് വരെ ഐ നോ ഹിം. പക്ഷെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഞാൻ തൊപ്പീനെ കോൾ ചെയ്തതും ഞാനും തൊപ്പി സംസാരിച്ചതൊക്കെ വിരലിലെണ്ണാവുന്ന സമയം മാത്രം. ബിക്കോസ് ഞാൻ എങ്ങനെ അറിയാം, എനിക്ക് ലൈഫിലൊരു മനുഷ്യൻ്റെ ചേഞ്ച്, ഒരു ഫേസ് ചേഞ്ച് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ പിന്നെ അവിടേക്ക് പോകാറുമില്ല, സംസാരിക്കാറുമില്ല, ഞാൻ കാര്യങ്ങളൊന്നും തൊടാറില്ല. കാരണം എനിക്കറിയാം, കാരണം ആ വ്യക്തി എങ്ങനെയാണ് മാറുന്നത്, ആ വ്യക്തിയുടെ മാറ്റം എങ്ങനെയാണെന്ന് അറിയുമ്പോൾ നമുക്കൊരു സ്പേസ് ഇല്ലാത്ത, നമുക്ക് പറയാനോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്വാതന്ത്ര്യമോ ഇല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ നിൽക്കാനും ഇരിക്കാനും പാടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തൊപ്പിയുടെ കഴിഞ്ഞൊരു ഒന്നൊന്നര വർഷമായിട്ട് തൊപ്പി എന്ന് പറഞ്ഞ ആൾക്ക് വന്നൊരു മാറ്റം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവൻ ഒരു കണ്ടൻറ് ഇടും, അതേറെ പോവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിക്ക് വരുമ്പോൾ ഞാനത് കണ്ടൻറ് ചെയ്യും, ഞാൻ എൻ്റെ അഭിപ്രായം പറയും, ദാറ്റ്സ് ഇറ്റ്. അതിലുപരി പേഴ്സണൽ ലൈഫിലേക്കോ അവനോട് കാര്യങ്ങൾ പറയാനോ ഒരു വട്ടം ഞാനിവനെ വിളിച്ചിട്ട് എന്താണ് അവസ്ഥ എന്ന് ചോദിക്കാൻ നിന്നപ്പോഴത്തേക്ക് എനിക്ക് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, കാരണം എനിക്കിത് തോന്നി ഇവൻ എന്തൊക്കെയോ സീനുണ്ട്. കാരണം ഞാൻ ഇതിന് മുന്നേ വീഡിയോ പറഞ്ഞാൽ അവന്മാരെല്ലാം അടിച്ച് പിരിയും, ഈഗോ അടിച്ച് അവന്മാരെല്ലാം അടിച്ച് പിരിഞ്ഞൊരു വഴിക്ക് പോകും എന്നുള്ളത് ഞാൻ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്തൊരു കാര്യം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തമ്മിത്തല്ലായി, വട്ടം കൂടി അടിയായി. ഒരു സൈഡ് ഇങ്ങനെ തൊപ്പി റാംബോ എന്ന് പറഞ്ഞ് മാറി, ഒരു സൈഡ് ഷമീർ, മമ്മു, ജാസി, അങ്ങനെ ഒരു വേറൊരു സൈഡായി. മുനവർ, എനിക്കിതൊരു ഫസ്റ്റ് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ പറയുള്ളത്, എനിക്ക് ഈ തൊപ്പിയക്കാരെ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾ മുനുവാണ്. വൈ? ബിക്കോസ് മുനു എന്ന് പറഞ്ഞ മനുഷ്യൻ അതെന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം ഇന്നലെ സെമീർ ആണെങ്കിലും ജാസി ആണെങ്കിലും മമ്മു ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ലൈവിൽ വന്നിട്ട് എന്തോ മമ്മു ഈ ചോദിക്കുന്നുണ്ട് ഇവൻ്റെ ഓഡിയോ ആരെ, നമ്മളെ മുനവറിൻ്റെ ഓഡിയോ, മുനുവിൻ്റെ ഓഡിയോ അല്ലെങ്കിൽ മുനുവിൻ്റെത്. എടേ ആ കൂട്ടത്തിലൊരു ഫേക്ക് ഫേസ് അല്ലാത്തൊരു മുഖം എനിക്ക് പേഴ്സണലി എന്നോട് ഇപ്പോഴും അന്നും എപ്പോഴും നിൽക്കുന്നൊരു മുഖം മുനവറാണ്. അപ്പം മുനവർ എന്നോട് ഇത് മുനവർ എനിക്ക് വീഡിയോ കാണും, എനിക്കറിയാം. മുനുവിനോട് പലപ്പോഴും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാനിത് പറയുകയാണ്. മുനുവിനോട് ഒരു 1.5 വർഷം മുന്നേ മുതൽ തന്നെ പറയുന്നുണ്ട്, ഇവരെല്ലാം അടിച്ചു വരും, ഒരു ടൈം വരും, അവന്മാരെല്ലാം തമ്മിൽ ഈഗോ ആണ്, അവന്മാർക്ക് എല്ലാം കാശ് ഫെയിം തന്നെയാണ് അവന്മാർക്ക് വേണ്ടത്. തൊപ്പിയാണെങ്കിലും ഒരുപാട് മാറി, എല്ലാം അടിച്ചു പിരിയും, ഉറപ്പാ കാര്യം. പിന്നെ ഞാനിവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം മുതലേ നിഹാദിൻ്റെ ഒപ്പമുള്ളതാണ്. അപ്പം നിഹാദിനൊരു അവസ്ഥയിലിട്ടിട്ട് പോകാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് ഞാൻ നിൽക്കുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് മുനുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുനു ഒരു കാര്യം ചെയ്യും, ലൈഫിൽ എല്ലാവർക്കും എല്ലാതും ആവുന്നുണ്ട് തൊപ്പീൻ്റെ ഒപ്പം നിന്നിട്ട്. കാരണം ഒരു ലൈം ലൈറ്റ്, എല്ലാം ആവുന്നു എന്ന് പറയുമ്പോൾ പൈസ കിട്ടി ഭയങ്കര സംഭവമായിരുന്നില്ല, ലൈം ലൈറ്റ് കിട്ടുന്നുണ്ട്. നിൻ്റെ പാഷൻ എന്താ നോക്കിയിട്ട് നീ നോക്ക്, അതിലൂടെ ഇവൻ്റെ ഒപ്പം നിന്ന് ഇതിന് ലൈം ലൈറ്റ് പിടിക്കാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് നോക്കുക. അപ്പോഴും ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി എഴുത്താനാണ് ഈ മുനോർ. അപ്പോൾ മുനു എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഞാൻ ഇന്ന് മാറ്റി വയ്ക്കുകയാണ്, ഇവരുടെ ഈ കൂട്ടത്തിൽ നിന്നേ മാറ്റി വയ്ക്കുകയാണ്. തൊപ്പി ബാക്കി ടീംസിനായിട്ട് ഞാനത് പറയുക. പിന്നെ ഞാൻ ആദ്യമേ പറയാം, എനിക്ക് തൊപ്പിയും മുനുവിനെയാണ് പേഴ്സണലി അറിയുന്നത്. ഞാൻ ഈ റാംബോനെയോ ഷമീറിനെയോ അല്ലെങ്കിൽ ജാസീനെയോ മമ്മൂനെയോ ഒന്നും എനിക്ക് പേഴ്സണലി അറിയില്ല. 1-2 വട്ടം കണ്ട് പരിചയമുണ്ട് എന്നല്ലാതെ അതിക്കപ്പുറം എനിക്ക് ഇവരറിയില്ല. ഓക്കെ, പക്ഷേ ഈ മമ്മു ഈ പറഞ്ഞ ഇവരറിയില്ലെങ്കിലും തൊപ്പീനെയും മുനവറിനെയും എനിക്കറിയാം, നന്നായിട്ട് അറിയാം. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എന്താണെങ്കിലും ഷമീർ ഇന്നലെ ഇട്ട വീഡിയോ കംപ്ലീറ്റ്ലി ഞാൻ പ്ലേ ചെയ്യാം.
എനിക്കറിയാവുന്ന കാര്യങ്ങളും എനിക്ക് തോന്നിയ കാര്യങ്ങളും ഞാൻ പറയുകയാണ്. ഹായ് ഗൈസ്, നമസ്കാരം. എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. എനിക്ക് മാത്രമല്ല, നമ്മളിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു 2 മാസത്തിൻ്റെ മുകളിലായിട്ട് നമ്മൾ തൊപ്പിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ അവിടെ നിങ്ങൾക്ക് എത്ര പേർക്ക് എന്നെ അറിയാം എന്നറിയില്ല, അതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ പേര് MRG ഷമീർ. MRG എന്ന് പറയുന്ന ഈ ടാഗ് എനിക്ക് കിട്ടുന്നത് തൊപ്പി എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ കൂടിയതിന് ശേഷം. അവൻ എൻ്റെ മുമ്പേ ഉള്ള ഫ്രണ്ടാണ്. ഒരു 10 വർഷം 12 വർഷമായി നമ്മൾ ഫ്രണ്ട്സായി. അങ്ങനെ ഞാൻ ദുബായിലൊക്കെ വർക്ക് ചെയ്യായിരുന്നു. ദുബായിലല്ല, കുവൈത്തിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ കുവൈത്തിൽ വർക്ക് ചെയ്തുകൊണ്ട് നിന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ അവിടുത്തെ ജോലി സംബന്ധമായ ഇതുകൊണ്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. അങ്ങനെ നാട്ടിലേക്ക് വന്നു. ആ സമയത്ത് ഇവൻ ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു. അതായത് മറ്റേ മുടിയൊക്കെ മുറിച്ച് ബ്രേക്ക് എടുത്ത് നിൽക്കുന്ന ടൈമായിരുന്നു അത്. അങ്ങനെ അത് കഴിഞ്ഞു. ഇവൻ പറഞ്ഞു ഇതേപോലെ ഞാനൊരു ഗ്യാങ് ഫോം ചെയ്യുന്നുണ്ട്, ഗ്യാങ് ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ നീ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം, ഞാനും ഉണ്ട്, എനിക്ക് താല്പര്യമുണ്ട്. കാരണം ഞാൻ പണ്ട് മുതലേ അവൻ്റെ ഇതിൽ കുറേ പെർഫോമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഇതായിട്ടില്ല, എക്സ്പോഷർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് എനിക്കൊരു എക്സ്പോഷർ കിട്ടുന്നത്. ലൈക്ക് ഞാൻ കുറേ വർഷം അവൻ്റെ കൂടെ നിന്നതിന് ശേഷമാണ് ഈ അടുത്തൊരു 4-5 മാസങ്ങൾക്ക് മുമ്പാണ് എനിക്കൊരു എക്സ്പോഷർ കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയാനുള്ള കാര്യം, ഈ പറഞ്ഞ മുനവർ നിങ്ങൾ ഞാൻ പറഞ്ഞ ആദ്യം മാറ്റി വെച്ചു. അല്ലാതെ തൊപ്പിയുടെ ഒപ്പം വന്ന് നിന്ന് ഓരോരുത്തർക്കും ആവശ്യം എക്സ്പോഷർ, ഫെയിം, മണി, 3 കാര്യമാണ്. തൊപ്പി അത് ഷെയർ ചെയ്യാൻ റെഡി ആയപ്പോൾ മണി ഷെയർ ചെയ്തില്ല, പൈസ. ബാക്കി സാധനങ്ങൾ ഇങ്ങനെ ഇവരെ കൊണ്ടുവന്ന് ലൈവിലിട്ട് ഇവർക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി കൊടുത്ത് ഇവർക്ക് പേരൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഒരു സാധനം ഉണ്ടാക്കി വെച്ച് അതും ചെയ്ത്. കാശിൻ്റെ കാര്യത്തിലാണ് ഇവിടെ പാളി. പൈസയാണ് പ്രശ്നം, എല്ലായിടത്തും പ്രശ്നം പൈസയാണ്. ഓക്കെ, ഒരു ഗ്യാങ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ ഗ്യാങ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. MRC ഗ്യാങ്ങിനെ നിങ്ങൾ കാണുക എന്ത് അടിപൊളിയാണൊക്കെ. ഐ എം വെരി സോറി ഫോർ ദാറ്റ് ഗൈസ്. കാരണം ഇത്രയും ടോക്സിക് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ്, ഒരു അറ്റ്മോസ്ഫിയർ ആണ് അതിനകത്ത്, ഇത്രയും ഫേക്ക് ഫേസസ് ആയിരുന്നു അതിനകത്ത് എന്നുള്ളത് അറിയുമ്പോണ്ടല്ലോ. സത്യത്തിൽ അത് പ്രൊമോട്ട് ചെയ്തൊരു ആളെന്നുള്ള രീതിക്ക് ഞാൻ നിങ്ങളോട് മാപ്പി ചോദിക്കുകയാണ്, എൻ്റെ വ്യൂവേഴ്സിനോട്. ഓക്കെ, ഇനി ഇങ്ങനത്തെ ഒരു ഗ്യാങ് സെറ്റപ്പ് ഫൈൻ. ഇത് തൊപ്പി സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവരൊക്കെ വന്ന് ആഡ് ആവുന്നു. ഇവരെന്നെ പറയുന്നുണ്ട് ഇതിനകത്ത് ഇവർക്ക് ഫെയിം വേണം, അതിന് വരുമാനം വേണം, ലൈഫ് മുന്നോട്ട് പോകണം. ആൻഡ് തൊപ്പി ഈസ് റെഡി ടു ഷെയർ അവൻ്റെ ഫെയിമും അവൻ്റെ സാധനങ്ങളും പൈസ ഷെയർ ചെയ്യാൻ റെഡി അല്ല എന്നുള്ള മൂഡിൽ. പക്ഷേ നമ്മളോട് പറഞ്ഞത് ഇവർക്കൊക്കെ സാലറി ഉണ്ട്, ഇവർക്കൊക്കെ പൈസ ഉണ്ട്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെയാണ് തൊപ്പി ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്രയും പത്തറ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇവരുടെ എന്നുള്ളത് നമുക്കറിയാൻ പാടില്ലായിരുന്നു. എസ്പെഷ്യലി മമ്മൂൻ്റെ മമ്മൂക്ക് എയർപോയിന് ഒരു കണക്കുമില്ല. പക്ഷെ മമ്മൂക്കെ കാണിച്ചു കൂട്ടിയതിൻ്റെ ബാക്കിൽ ഇത് എന്നോട് മുന്നോറ് പറഞ്ഞിട്ടുണ്ട്. മമ്മു ഈ കാണിച്ചു കൂട്ടുന്നതിൻ്റെ ഏറ്റവും വലിയ ഇതിൻ്റെ പിന്നിലുള്ള ആൾ എന്ന് പറയുന്നത് തൊപ്പിയാണ്. നീ സായി ഈ മമ്മു ഓരോ വട്ടവും വെടലത്തരം ചെയ്യുമ്പോൾ തൊപ്പീനെ വിളിച്ച് ഉപദേശിച്ച് അവനെ നന്നാക്കാൻ പറയുമെന്ന് പറയുമ്പോഴും തൊപ്പി അത് കേൾക്കാതിരിക്കാനുള്ള റീസൺ തൊപ്പിക്ക് ഇത് വേണം. മനസ്സിലായി? ഇവൻ ഇത് കാണിച്ച കണ്ടൻറ്റാണ്, വെടലത്തരം പിടിച്ച കണ്ടൻറ്റാണ്. ഈ സ്കീം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം ആ രീതിയിൽ ടോക്സിക് എൻവയോൺമെൻറ്റിൽ ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് നാട്ടുകാരുടെ മുന്നിൽ റിയൽ ആസ് ഗെറ്റിംഗ് എക്സ്പോസ്ഡ്. ഓ എന്തായിരുന്നു ഞാനൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്ന വാഴ്ത്തിപ്പാട്ടൽ. ഇപ്പം എന്തായാലും അതവിടെ സൈഡിൽ നിൽക്കട്ടെ. ഞാൻ വേറെ കാര്യം പറഞ്ഞു. ഞാനേ ഈ മെറ്റാ ക്ലാസ് വെച്ചിട്ടാണ് വീഡിയോ ചെയ്തത്. അത് നടക്കൂല. കാരണം അഖിൽമാരത് ചാപ്രി ക്ലാസ് ആക്കി കളഞ്ഞു. ഞാൻ വെച്ച് കഴിഞ്ഞാൽ പോയി വേറെ രീതിക്കാവും. ഇതിൻ്റെ Gen 1 Gen 2 ഉണ്ട്. ആ ചങ്ങാരി കൊണ്ടൊന്നും വെക്കാൻ പറ്റാത്ത അവസ്ഥയായി. അയാൾക്കൊരു മെറ്റാ ക്ലാസ് കിട്ടിയപ്പോഴത്തേക്ക് ചാപ്രി ലുക്കിൽ എല്ലായിടത്തും പോയത് വെച്ചാണ് നശിപ്പിച്ച് കളഞ്ഞു. ഓക്കെ, അതടക്കട്ടെ. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, പൈസ എന്ന് പറഞ്ഞ ഫാക്ടറിൻ്റെ മുകളിലേക്ക് തന്നെയാണ് വിഷയങ്ങൾ പോകുന്നതും. ഇവരെല്ലാവരും ആ ഒരു ഫെയിമും പൈസയും കണ്ട് തന്നെയാണ് ഈ പരിപാടിക്ക് ഇവൻ്റെ ഒപ്പം പോയി നിന്നത്. ഫൈൻ. അതിൽ ഞാൻ അഗെയിൻ പറഞ്ഞു, മുന്നു എന്ന് പറഞ്ഞ ഫാക്ടറിനെ ഞാൻ മാറ്റി, ബാക്കിയുള്ളവരെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ പിന്നെ റാംബോ എന്ന് പറഞ്ഞൊരു വ്യക്തി വന്നു, ജാസി വന്നു. കുറച്ച് അതിന് ശേഷം കുക്കായിട്ട് ജാസി വന്നു. പിന്നെ ആദിൽ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കസിനാന്ന് പറഞ്ഞിട്ട് ആദിൽ വന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരു ഗ്യാങ്ങായി ഗ്യാങ് സ്ട്രീം ചെയ്യാൻ തുടങ്ങി. അതിന് നല്ല മില്യൺസ് ഓഫ് വ്യൂസും കാര്യങ്ങളും എല്ലാം വന്നു. അതിൽ നിന്ന് സ്വാഭാവികമായിട്ട് എനിക്ക് റീച്ച് കിട്ടി, മമ്മൂന് റീച്ച് കിട്ടി.
അതിനേക്കാൾ കൂടുതൽ തൊപ്പിക്ക് റീച്ച് കിട്ടി. അങ്ങനെ എല്ലാവർക്കും റീച്ചും കാര്യങ്ങളും എല്ലാം ആയി. ഓക്കെ, അപ്പോൾ റീച്ചായി എന്നുള്ള ഫാക്ടർ നിങ്ങൾക്ക് മനസ്സിലായില്ല. അതായത് ഇതിന് ഞാൻ ഒരു കാര്യം പറയാം. തൊപ്പിയുടെ ഈ തൊപ്പി മുടിവെട്ടി നിഹാദായൊരു ഷിഫ്റ്റിനകത്ത് തൊപ്പിക്ക് ബേസിക്കലി ആ കോപ്പി ക്യാറ്റ് കണ്ടന്റ് ഉണ്ടല്ലോ, മറ്റേ ഐഷോ സ്പിൻ, അത് പോയപ്പോൾ അടുത്തൊരു കണ്ടന്റ് ആയിരുന്നു ഇവരെന്നുള്ളത് ഇവർ റിയലൈസ് ചെയ്തിട്ടില്ല. ഇവരുടെ വിചാരം ഓക്കെ കണ്ടന്റ് ഈസ് കണ്ടന്റ്, പക്ഷേ പൈസ വരുമല്ലോ, കാശ് വരും, കാശ് വന്നാൽ പ്രശ്നമില്ല, അപ്പോൾ പിന്നെ വിഷയമില്ല എന്ന് വിചാരിച്ച് നിന്നാണ്. മറ്റേ അമേരിക്കയിൽ പോകാൻ വേണ്ടിയിട്ട് ശ്രീനിവാസൻ മോഹൻലാലിൻ്റെ അടുത്ത് പോയി നിൽക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, വേണമെങ്കിൽ ഞാനെല്ലാം ചെയ്തു തരാട്ടോ എന്ന് പറഞ്ഞ പോലെ അമേരിക്ക കാണണം, അപ്പം പിന്നെ മോഹൻലാലിൻ്റെ കൈയും കാലും പിടിച്ച് ഇരിക്കുക, ദാസൻ വിജയൻ സ്കീം, അങ്ങനെ ഇവരിരുന്ന്. ഓക്കെ, പിന്നെ ഇതിലെനിക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട് ഇവരോട്, ഷമീറിനോടാണെങ്കിലും ജാസിനോടാണെങ്കിലും മമ്മൂനോടാണെങ്കിലും. കാരണം ഫെയിം കിട്ടി, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അത് നെഗറ്റീവ് ഫെയിം ഓർ പോസിറ്റീവ് ഫെയിം വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു ഫെയിം കിട്ടി. തൊപ്പി പ്ലാറ്റ്ഫോമും ഷെയർ ചെയ്തു. തൊപ്പി ഒരു വലിയ ടൈം ലൈവ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇവരുടെ ഈ ഗ്രൂപ്പ് ലൈവ് ഒക്കെ സക്സസ് ആയതിനു ശേഷം പിന്നെ നമ്മൾ കാണുന്നത് തൊപ്പി ലൈവ് എന്ന് മാറുന്നു, ഷമീറിനെ കൊണ്ട് ലൈവ് വയ്ക്കുന്നു, ജാസിയെ കൊണ്ട് ലൈവ് വയ്ക്കുന്നു, റാംബോനെ കൊണ്ട് ചെയ്യിക്കുന്നു, പിന്നെ മമ്മൂനെ കൊണ്ട് ചെയ്യിക്കുന്നു, അങ്ങനെ അവരെ കൊണ്ടൊക്കെ ലൈവ് ചെയ്യിക്കുന്നു. അങ്ങനെ ആ ഒരു എന്താ പറയുക വ്യൂവർഷിപ്പ്, തൊപ്പിയുടെ വ്യൂവർഷിപ്പ് സ്പ്ലിറ്റ് ചെയ്ത് കയറുകയാണ് ബാക്കി എല്ലാവർക്കും. MRC ഗ്യാങ്ങിലേക്ക് കയറി, ഗ്യാങ് മെമ്പേഴ്സിലേക്ക് കയറി. അതിൽ നിന്ന് എന്താണെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാം ഫെയിം കിട്ടിയിട്ടുണ്ട്. ഇതിന് കുറേ പ്രൊമോഷൻ നിങ്ങൾക്ക് വന്നിട്ടില്ലേ മക്കൾ? ആ പ്രൊമോഷൻ്റെ പൈസയും തൊപ്പി അടിച്ച് മാറ്റിയോ? സീരിയസ്ലി ചോദിക്കുക. അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതപ്പോൾ എന്താ ചെയ്തത്? ഇപ്പോൾ ജാസിയൊക്കെ ഒരുപാട് പ്രൊമോഷൻ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കാശൊക്കെ ആരാ കൊണ്ടുപോയപ്പോൾ? അതും തൊപ്പി കൊണ്ടുപോയോ? അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് ഒന്നുമില്ല. ഇവർ ഈ 2000, 5000, 500 ഒക്കെ തൊപ്പിനോട് ചോദിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അവിടെയൊക്കെയാണ് കുറച്ച് ഡൗട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മമ്മൂൻ്റെ കേസിലൊക്കെ ഓക്കെ, കാരണം മമ്മൂ പ്രൊമോഷൻ ചെയ്തതിൽ ഒന്നിനും തൊപ്പി ഉണ്ടാവും, തൊപ്പീൻ്റെ പ്രൊമോഷനിൽ മമ്മൂ ഉണ്ടാവും. ഷമീർ ആണെങ്കിലും പ്രൊമോഷൻ ഉണ്ട് തോന്നുന്നു എനിക്ക്, ഞാൻ ഷമീറിൻ്റെ പ്രൊമോഷൻ സാധനം കണ്ടിട്ടില്ല. പക്ഷെ ജാസിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ആദിലിനെ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ പ്രൊമോഷൻസിൻ്റെ പൈസ നിങ്ങൾക്ക് കിട്ടാതെ അതും തൊപ്പിയിലേക്കാണോ പോയത്? ഒബിയസ്ലി നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ സ്ട്രീമിൻ്റെ പൈസ അടക്കം എല്ലാം തൊപ്പിയിലേക്ക് പോകുന്നു. തൊപ്പിയുടെ ഇന്ന് നിങ്ങൾ 500ഉം 10ഉം ഒക്കെ ആയിട്ട് കെഞ്ചേണ്ട ഒരു അവസ്ഥയ്ക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആ കെഞ്ചി അവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ മണ്ടന്മാരായിരുന്നു. തൊപ്പിയാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു നേരം ഇത്രയും പൈസയ്ക്ക് കെഞ്ചി മനുഷ്യനൊരു ഉളുപ്പും നാണമാനുമില്ലേ? ഇതാ കെഞ്ചൽ മാത്രമല്ല, അടിയും തല്ലും തെറിവിളിയും ബാക്കി വേറെയും കിട്ടിയെന്നാണ് നിങ്ങൾ പറയുന്നത്. കൊള്ളാം. അങ്ങനെ ഒരു 4-5 മാസം മുമ്പ് ഞാൻ സ്ട്രീം ചെയ്യാൻ തുടങ്ങി. നല്ല വ്യൂവർഷിപ്പ്, ലൈക്ക് തൊപ്പിയുടെ അതേ ലെവൽ ഓഫ്, അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് ഇതൊക്കെ എനിക്ക് കിട്ടി. അങ്ങനെ നല്ല രീതിയിൽ ഞാൻ ഒരു 2-3 മാസം പോയി. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ബ്രേക്ക് എടുക്കും. ഞാൻ എടുക്കുന്നതല്ല, ഇവൻ എന്നോട് പറയും നീ ബ്രേക്ക് എടുക്കുമെന്ന് പറയുമ്പോൾ ഞാൻ ബ്രേക്ക് എടുക്കും. ഇങ്ങനെ 1 മാസം കൂടുമ്പോൾ ഞാൻ ബ്രേക്ക് എടുക്കും. പിന്നെ 1 മാസം കൂടുമ്പോൾ ഇവൻ തോന്നുമ്പം ഇവൻ പറയും ബ്രേക്ക് എടുക്കാൻ പറയും, അപ്പം ഞാൻ ബ്രേക്ക് എടുക്കും. അങ്ങനെ എനിക്കൊരു മാസം, അന്നേരം ആ സമയത്ത് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മാസം 1.5 ലക്ഷം റുപ്യ അതിനടുപ്പിച്ച് എനിക്ക് റവന്യൂ വരും മാസത്തിൽ, മന്ത്ലി. അപ്പം അങ്ങനെ 3-4 മാസത്തെ മൊത്തം റവന്യൂ കൂടി ഒരു 3-4 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം ഇവൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ ഇതായത്. ഓൻ്റെ ലൈവിൽ പെർഫോം ചെയ്തതിനോ ഇതിനോ ഒന്നും ഞാൻ ഇന്നേവരെ ചോദിച്ചിട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തമായിട്ട് എനിക്കൊരു റീചാർജ് ചെയ്യണമെങ്കിൽ പോലും അവനോട് ഞാൻ ചോദിക്കാറില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും രീതിയിലോ ആക്കിയിട്ട് പൈസ ആക്കിയിട്ടാണ് ഞാൻ റീചാർജും കാര്യങ്ങളൊക്കെ ചോദിക്കാറ്. കാരണം എനിക്ക് ഞാൻ അധ്വാനിച്ച പൈസ മാത്രം ഇതാക്കുക, അല്ലെങ്കിൽ ഞാൻ പണിയെടുത്ത പൈസയിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു മൈൻഡുള്ള ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ ഈ അടുത്തൊരു 2 മാസം മുമ്പ് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ 3-4 ലക്ഷം രൂപ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ചോദിച്ചില്ല. ഞാൻ വിചാരിച്ചു അവൻ തരുമായിരിക്കും, അവനോട് അങ്ങനെ നമ്മൾ കണക്ക് പറഞ്ഞ് ചോദിക്കണ്ടല്ലോ, അവൻ തരുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ നിന്നു. ഒരു ദിവസം രാത്രി ഞാൻ ലൈവ് കഴിഞ്ഞു. ഞാൻ അവനോട് പോയിട്ട് എൻ്റെ ഉമ്മ വിളിച്ചു. അപ്പോൾ സിസ്റ്ററുടെ മാരേജൊക്കെ ഇങ്ങനെ ഇത് നടക്കുകയായിരുന്നു. മാരേജിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത് തന്നെ മാരേജാണ്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നടക്കുകയായിരുന്നു, എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ പരിപാടികളൊക്കെ ആയിട്ട്. അപ്പം സ്വാഭാവികമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് പൈസ ചോദിക്കുമല്ലോ. ആ ഇതിൽ ഇവനോട് ഞാൻ പൈസ ചോദിച്ചു. അത് ഞാൻ ഉണ്ടാക്കിയ പൈസ താടാ അങ്ങനെയൊന്നല്ല ഞാൻ ചോദിച്ചത്.
ഞാൻ ഈ പറഞ്ഞ പോലെ നീ അത് ഇങ്ങനെ ഇതാണ് സിസ്റ്റർ ഇതാണ് ഒരു പൈസ ഈ പറഞ്ഞ പോലെ പൈസ എമൗണ്ട് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഓൻ എത്ര വന്നാലും അത് വാങ്ങാം, അത് ഇതാക്കാം, ഓന് അങ്ങനെ തരുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം. ഓൻ്റെ റൂമിലേക്ക് കയറുന്നവരുള്ള എൻ്റെ വിശ്വാസം അങ്ങനെയായിരുന്നു. ഷമീറിന് ട്രിഗർ ആയതും ഷമീറിന് പൊട്ടിയതും പെങ്ങളെ നിക്കാഹിന് പൈസ ചോദിച്ചപ്പോൾ തൊപ്പി കൊടുത്തില്ല. ഷമീർ ഇന്നലത്തെ ലൈവിൽ കുറേ പ്രൂഫൊക്കെ വെക്കുന്നുണ്ട്. ഷമീർ ചെയ്ത ലൈവിൽ നിന്ന് കിട്ടിയ എമൗണ്ടും അത് പോണ അക്കൗണ്ട് നിഹാദിൻ്റെയാണെന്നുള്ളത്. അങ്ങനത്തെ തൊപ്പിയുടെ ഒരു വിഷയം ഞാൻ പറഞ്ഞുതരാം. പൈസ ഇവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്തത്, ഇനഫ് എമൗണ്ട് ഇവരെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ കൊടുക്കാത്തതൊക്കെ ശുദ്ധ തെണ്ടിത്തരാണ്. ഉള്ള കാര്യം പറയാലോ. ആ കാര്യത്തിലൊന്നും തൊപ്പി ഒരാൾ ന്യായീകരിച്ച് വന്നാലും ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. ഇനിയിപ്പോൾ തൊപ്പിൻ്റെതായുള്ള ന്യായീകരണവും വേഷണമൊക്കെ കാണും, പക്ഷേ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം ഒരു ഗ്യാങ് ലൈവ് എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ കൊണ്ടുവന്നത്. MRC സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ട് അവർ ഇറക്കിയത്. ഇവർക്കൊക്കെ ഇൻഡിവിജ്വൽ സാലറി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ നാട്ടുകാരുടെ മുന്നിൽ തൊപ്പി പറഞ്ഞിട്ടുണ്ട്. എൻഡ് ഓഫ് ദ ഡേ ഇവർ വന്നിട്ട് ഇവരയിൽ പ്രൂഫ് അടക്കണം. ഇപ്പോൾ തൊപ്പീൻ്റെ കയ്യിൽ ഇവർക്ക് പേഴ്സണലി എന്തെങ്കിലും ചെയ്തതിൻ്റെ പ്രൂഫ് ഉണ്ടോ എന്ന് അറിയില്ല. ചിലപ്പോൾ 5000 10,000 വെച്ച് അയച്ചു കൊടുത്ത് കാണും. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത്, ഒരു സാലറി ഫിക്സ് ചെയ്ത് ഒരു ഇത്ര എമൗണ്ട് ഫിക്സ് ചെയ്തിട്ട് ഇവർക്ക് കൊടുക്കണം. കാരണം ഇവർ പണി എടുത്തിട്ടുണ്ട് തൊപ്പിക്ക് വേണ്ടിയിട്ട്, ചുമ്മാതല്ല. ഇവർ നല്ല പണി എടുത്തിട്ടുണ്ട് തൊപ്പിക്ക് വേണ്ടിയിട്ട്. ഗ്യാങ് ലൈവിനകത്ത് തൊപ്പി എന്ന് പറഞ്ഞ ആ ഒരു ആൾ പോയി നിഹാദാണ് വന്നിരുന്നത് ഗ്യാങ് ലൈവിൽ. തൊപ്പീൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറൊക്കെ കഴിഞ്ഞ് വറ്റി വരണ്ടിട്ടാണ് ആ മുടി മുറിച്ച് നിഹാദിക്ക് വരുന്നത്. നിഹാദിന് ഗ്രൂപ്പ് ലൈവിൽ വലിയ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നില്ല. ഇവരെ ഗ്രൂപ്പ് ലൈവ് എൻ്റർടൈൻമെൻറ്റ് ആക്കിയത് മൊത്തം ഈ പറഞ്ഞ ടീംസാണ്, ചുറ്റുമുള്ള ആ ഗ്യാങ്ങാണ്. ആ ഗ്യാങ്ങിന് അന്ന് ഒരു സെറ്റിൽമെൻറ്റ്, ഒരു പൈസ ഇത്ര ഒരു മാസം ഒരാൾക്ക് ഇത്രയുന്നുണ്ട് തൊപ്പി അത് ഫിക്സ് ചെയ്തില്ല ഉള്ളൊരു വേർഷൻ, അത് അൺആക്സെപ്റ്റബിൾ ആയിരിക്കും. കാരണം ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിപ്പോയി ഇവരൊക്കെ തൊപ്പിക്ക്. അത് മോശം പരിപാടിയാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ചാനലാണ്. ഞാൻ ഒറ്റയ്ക്ക് വന്നിരുന്നിട്ട് തള്ളിയിട്ടാണ് ഈ സാധനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇടയ്ക്ക് മൂവി റിവ്യൂ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബിഗ് ബോസ് വീഡിയോസ് ചെയ്യുമ്പോഴോ ബാക്കി പരിപാടി വരുമ്പോൾ ജിത്തുബായി വരും, സ്നേഹ വരും, പ്രഭി വരും, അബി വരും, അങ്ങനെ ആൾക്കാർ വരും. അല്ലെങ്കിൽ ഇതിൻ്റെ പാര വണ്ടിയുള്ള അപ്പോൾ ആൾ കയറിയിരിക്കും. മോസ്റ്റ്ലി ഉള്ള ആൾക്കാർ ജിത്തുബായി, സ്നേഹ, അബി, പ്രഭി ഇവരൊക്കെയാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറി, എനിക്കൊന്ന് കാശും വരുമാനം കിട്ടി. ഞാൻ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുന്നത് എനിക്ക് കിട്ടുന്നതിൻ്റെ അത്രയും എനിക്ക് അവർക്ക് ചെയ്യാൻ പറ്റില്ല. ബട്ട് എൻ്റെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചായി എനിക്ക് മാറുമ്പോൾ എന്നെക്കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ മേക്ക് ഷുവർ ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തു എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം അതിലൊന്നും എനിക്ക് എവിടെയും ഞാൻ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അങ്ങനെയാണ് ലൈഫ് സ്റ്റൈൽ. ഇപ്പോൾ എൻ്റെത് എങ്ങനെയാണോ ഓൾമോസ്റ്റ് അതുപോലെ പിടിക്കാൻ ഞാൻ അവരതും ഞാൻ വെച്ച് നോക്കാറുണ്ട്. കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്, ചെയ്യാറുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു സാധനം പോലും ഇതിനകത്തേക്ക് തൊപ്പി കൊണ്ടുവന്നില്ല എന്ന് ഇവർ പറയുമ്പോൾ ദാറ്റ്സ് എന്താ പറയുക, അൺബിലീവബിൾ എന്നാണ് പറയാനുള്ളൂ എനിക്ക്. കാരണം തൊപ്പിയുടെ ക്യാരക്ടർ എങ്ങനെ ചേഞ്ച് ആയത്, തൊപ്പി വളർന്നു വന്ന സിറ്റുവേഷൻ എന്താ, തൊപ്പി എങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഈ സാധനമൊക്കെ ആയത്, അങ്ങനെ വന്ന നീ എന്തുകൊണ്ട് ഇവരെ കാര്യം ടേക്ക് കെയർ ചെയ്തില്ല എന്നുള്ളതിനെ കുറിച്ചൊരു ഉത്തരം നീ പറഞ്ഞേ പറ്റൂ തൊപ്പി. അവിടെ നിൻ്റെ ക്യാരക്ടർ ചേഞ്ച്, നിൻ്റെ അഹങ്കാരം, അല്ലെങ്കിൽ നിൻ്റെ ആ കൈൻഡ് ഓഫ് എന്താ പറയുക ഇവരുടെ മേത്തുള്ളൊരു ഡോമിനൻസ്, അറഗൻസ്, ഞാൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ തൊപ്പിയുടെ, അതുണ്ടായിരുന്നു തൊപ്പിക്ക്. ഇല്ലാതെ തൊപ്പിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ആ നന്നായിട്ടുണ്ടായിരുന്നു അഹങ്കാരം. ആ സാധനത്തിന് കിട്ടിയ ലെഫ്റ്റ് റൈറ്റ് അടിയാണ് ഇപ്പോൾ. ഇവർ ഈ പറയേണ്ട ഒരു അവസ്ഥയ്ക്ക് കൊണ്ടുവന്ന് എത്തിച്ചതും ഇവരെ തൊപ്പി തന്നെയാണ്. ഗുഡ് ഓർ ബാഡ് നീ തന്നെയാണ് ഇതിൻ്റെ എൻഡ് റീസൺ തൊപ്പിയാണ്. ഇവരെ കൊണ്ടുവന്നതും തൊപ്പിയ, ഇപ്പോൾ ഇവർ പറയാനുള്ള റീസണും തൊപ്പിയ. മനസ്സിലായില്ലേ? നാളെ ചിലപ്പോൾ തൊപ്പി ഒന്ന് പറയും ഞാൻ ഇവരെ കൊണ്ടുവന്നു, ഞാൻ ചെയ്തു, ഒക്കെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ തൊപ്പിക്ക് പറയാം. ബട്ട് തല്ലിയതിന് തൊപ്പിക്ക് ഒരു ന്യായീകരണം പറയാൻ പറ്റില്ല. തെറി വിളിച്ചതിന് ഒരു ന്യായീകരണം പറയാൻ പറ്റില്ല. റീല് കാണുമ്പോൾ ഇവരപ്പൊക്കെ ഭയങ്കര കെട്ടിപ്പിടിച്ച് ബ്രദർ ബോണ്ട്. റീല് കഴിഞ്ഞ് കഴിഞ്ഞ് ഇവരാരും പരസ്പരം സംസാരിക്കുന്നില്ല, കച്ചറ, അടിപിടി, ഭയങ്കര വേഴ്സ്റ്റായിട്ട് പോകുന്നുണ്ട് ഈ സാധനം. ഫുഡ് വരെ 2 ഫുഡ് എന്ന് പറയുന്നത്. പക്ഷെ അതിനൊരു വേറൊരു സൈഡ് ഞാൻ കേട്ടു. നിഹാദിന് മറ്റേ ഇതാണ്, തൊപ്പിക്ക് ഡയറ്റ് ഫുഡാണ്, അതുകൊണ്ട് അത് കഴിക്കുന്നു, ഇവർക്ക് അങ്ങനെയല്ല. പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ കംപ്ലീറ്റ് എന്നും സ്വിഗ്ഗി വരുന്നു, ഡെലിവറി ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു, അങ്ങനത്തെ സീന് നമ്മളെ കാണിച്ചത്. പക്ഷെ ഇപ്പുറത്ത് കഞ്ഞിയും പേറും അപ്പുറത്ത് ചിക്കൻ ബിരിയാണി എന്നുള്ളത് ഇവർ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും. അങ്ങനത്തെ സീനുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം തൊപ്പി. കാരണം തൊപ്പി വളർന്നത് ഈ പറഞ്ഞ വ്യൂവേഴ്സിലൂടെയാണ്. നിങ്ങളെ വളർത്തിയത് വ്യൂവേഴ്സ്. വെറും വീഡിയോ കണ്ടിട്ട് അതിന് കിട്ടുന്ന യൂട്യൂബ് റവന്യൂ അല്ല, നാട്ടുകാർ ജിപേക്ക് ഇങ്ങനെ കുത്തി കാശിട്ടിരുന്നുണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പോൾ കൂട്ടത്തിലുള്ളവർ വന്നിട്ട് ഈ പ്രശ്നങ്ങൾ പബ്ലിക്കിനെ വിളിച്ച് പറയുമ്പോൾ ഒളിച്ചോടി പോകരുത്. ഡിപ്രഷൻ അടിച്ചു എന്ന് പറഞ്ഞാൽ ചാടി ഒരു സൈഡിൽ തൊക്കിയിരിക്കുകയല്ല വേണ്ട, വന്ന് ഉത്തരം പറയാൻ പറ്റണം തൊപ്പിക്ക്. അങ്ങനെ ഞാൻ കയറി, ഞാൻ അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു
റവന്യൂ തരാൻ പറ്റില്ല, റവന്യൂ നിങ്ങൾക്ക് തരാൻ പറ്റില്ല. കാരണം അവനിതൊരു ബിസിനസ്സായിട്ടാണ് നടത്തുന്നത്, അവനിതൊരു ബിസിനസ്സാണ്. അപ്പം അങ്ങനെ നമുക്ക് റവന്യൂ തരാനുള്ള റവന്യൂ ഓൻ തരൂല, ഓന് റവന്യൂ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റവന്യൂ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ റേസായി എന്നല്ല, ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനും കൂടി ഞാൻ ഇതാക്കിയതിൻ്റെ ഒരു ഇതിൽ നിന്നൊരു പൈസ എല്ലാം ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അത് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നീ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് റൂള്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾക്ക് വേറെ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ, ഇവിടെ ഇതൊക്കെയാണ് റൂള് എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു. ഈ പറഞ്ഞ പോലെ അതിന് മുമ്പേ നമ്മൾ തമ്മിൽ സംസാരം ഉണ്ടായിരുന്നു. അതായത് ലൈക്ക് ഞാൻ മമ്മു ജാസിയെല്ലാം നമ്മളെ പേഴ്സണൽ പ്രോബ്ലംസ് ഇങ്ങനെ പറയും. അതായത് ഫിനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾ പുറമേ കാണുമ്പം അവൻ ലൈവിൽ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ഇവർക്കൊക്കെ സാലറി ഉണ്ട്, അല്ലെങ്കിൽ ഇവർക്കൊക്കെ സ്വന്തമായിട്ട് റവന്യൂ ഉണ്ട് എന്നാണ് അവൻ എല്ലാ ലൈവിലും പറയാറ്. പക്ഷേ നമുക്ക് ഇന്നേ വരെ ₹1 കിട്ടിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഗൂഗിൾ പേയോ എന്താണെന്ന് തെളിവ് എന്ന് വെച്ചാൽ നമ്മളെ കയ്യിലുണ്ട്, പ്രൂഫുണ്ട്. എൻ്റെ ഫോണിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ യൂട്യൂബിൻ്റെ ഇൻകം ഏത് അക്കൗണ്ടിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതിൻ്റെ പ്രൂഫും എൻ്റെ കയ്യിലുണ്ട്, മനസ്സിലായോ? അപ്പോൾ അത് ഞാൻ കാണിക്കാം, അത് ഞാൻ രാത്രി കാണിക്കാം. ഷമീർ കട്ടപ്പയാന്ന് പറഞ്ഞ് കുറേ കമൻസ് കണ്ടു. ഇതിൽ കട്ടപ്പയാണ് ഷമീർ എന്ന് പറയേണ്ട കാര്യം ആർക്കും ഇല്ല. കാരണം ഷമീറിനും മമ്മൂനും ജാസിക്കും പേയ്മെൻ്റ് ഉണ്ട്, മന്ത്ലി പൈസ ഉണ്ട് എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപയുടെ ലൈഫ് സ്റ്റൈൽ കാണിക്കുന്ന തൊപ്പിയും MRC ഗ്യാങ്ങും. ഇവർക്ക് നാളെ വേറെ ഒരാളുടെ മുന്നിൽ പോയിരുന്നിട്ട് ഇറക്കാൻ പറ്റുമോ? എനിക്കറിയാം ഈ ജാസിയുടെ കേസൊക്കെ ഇന്ത്യയിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ജാസി വേറെ അടുത്തൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ആ ചെക്കൻ പൈസയ്ക്ക് വേണ്ടി പിന്നാലെ നടക്കുന്ന അവസ്ഥ. ജാസി ചോദിക്കുമ്പോൾ ജാസിൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറയുന്നത്. അപ്പം കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വരുമാനം വന്ന് മാസം ശമ്പളം മേടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വെടലകളൊക്കെ ലൈക്ക് ആ പരിപാടിയൊക്കെ പിരിച്ചു വിടും. സോറി, വെടലാന്ന് ഞാൻ വിളിച്ചത്, ആ വെടല പരിപാടി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരാൾക്ക് പൈസ കൊടുക്കാൻ, കടം കൊടുക്കാൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കലുണ്ടാവുക. അങ്ങനത്തെ കാര്യങ്ങളൊന്നും സെറ്റിൽമെൻറ്റ്സ് ഇവർ ചെയ്തിട്ടില്ല. അതുപോലെ മമ്മൂടെ കേസാണെങ്കിലും അങ്ങനെ പല കേസുകളും തൊപ്പി സെറ്റിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടൊക്കെ ഉണ്ട് ഞാൻ. പക്ഷെ അതിൻ്റെയൊക്കെ റിയാലിറ്റി ഇപ്പോൾ എന്താണെന്ന് എനിക്ക് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവർ ഈ പറഞ്ഞതിൻ്റെ ഒരു ഹാർഷ് റിയാലിറ്റി സൈഡ് ഇത് വിശ്വസിക്കില്ലടാ ആരും. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ മുന്നിൽ ഇവർ പോർട്രേറ്റ് ചെയ്തത് എന്താ? BMW, മറ്റേ തൊപ്പിയുടെ ഫോർച്യൂണർ, അത് ഇത് ഭയങ്കര ലൈഫ് സ്റ്റൈല്, ടൂറ്, അങ്ങനെ ഇങ്ങനെ ഈ സാധനം ഫുള്ള് പോർട്രേറ്റ് ചെയ്യും. പിന്നെ ഇത് മറ്റേ സർപ്രൈസ് ഗിഫ്റ്റ്, ഫോണ്, PC സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്നു. അപ്പം ഇങ്ങനെ ലൈഫ് സ്റ്റൈല് ഇവർ പുറത്ത് കാണിക്കുക. പക്ഷേ 5 പൈസ കയ്യിലില്ലാത്ത അവസ്ഥ ബാക്കിയുള്ളവർക്ക്. കംപ്ലീറ്റ് ഓൺ ചെയ്യുന്ന തൊപ്പി. ഇവർക്ക് നാളെ ഒരാളുടെ അടുത്ത് ഇറങ്ങിയിട്ട് കടം വാങ്ങാൻ പറ്റൂ? പൈസ ഇപ്പോൾ 1-2 ആൾക്കാർ ചിലപ്പോൾ കൊടുക്കും, കാരണം നാളെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ. പക്ഷെ അത് കിട്ടാതാകുമ്പോൾ അവർ ഓബിയസ്ലി തിരിയും. അപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഇവരുടെ അവസ്ഥയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റണമായിരുന്നു എന്ന്. പക്ഷേ ഇനിയിപ്പോൾ തൊപ്പിക്ക് വന്ന് പറയാണ്ടാവുക ഞാൻ കണക്ഷൻസ് കൊടുത്തില്ലേ, ഇവർക്കൊരു ഫെയിം കൊടുത്തില്ലേ. ബട്ട് എൻഡ് ഓഫ് ദ ഡേ എല്ലായിടത്തും പറഞ്ഞത് MRC ഗ്യാങ്ങിന് എല്ലാവർക്കും സെപ്പറേറ്റ് സാലറി ഉണ്ട്, അല്ലെങ്കിൽ ഇൻകം ഉണ്ടാവും. അത് ഗ്യാങ്ങാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് തൊപ്പി എന്ന് പറഞ്ഞൊരു ഇൻഡിവിജ്വൽ പോവായിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ തൊപ്പി ഇൻഡിവിജ്വലായി ചെയ്ത സമയത്ത് അതിൽ അച്ചായൻ ഉണ്ടായിരുന്നു, ആ ടൈമിൽ മമ്മു വന്നിട്ടുണ്ട്, മുനു ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ തൊപ്പി മാത്രം, അതിൽ തൊപ്പിക്ക് ബാക്കിയുള്ളവർക്ക് പൈസ കൊടുക്കണോ ഇല്ലയെന്നൊന്നുമില്ല, അവർക്ക് വേണമെങ്കിൽ നിന്നാൽ മതി, പോയാൽ മതി. തൊപ്പിയുടെ കൂടി ആവശ്യമായിരുന്നു. തൊപ്പിയിൽ നിന്ന് മാറി നിഹാദായപ്പോൾ ഈ ഗ്യാങ് സാധനം, നിങ്ങൾ ഗ്യാങ്ങിക്ക് ആളെടുക്കാൻ വേണ്ടി നിൽക്കുന്നു. ഏതോ ഒരു മന്ദബുദ്ധി ഇവിടുന്ന് മലപ്പുറത്ത് നിന്ന് നടന്ന് തൊപ്പിയുടെ ഗ്യാങ് പോകാൻ വേണ്ടിയിട്ട് കയറിപ്പോകുന്നു. അങ്ങനെ എന്തൊക്കെ പരിപാടികൾ നടന്നിടേ ഇവിടെ. ഈ ഗ്യാങ്ങിക്ക് വേണ്ടി കയറിയ ലൈഫ് രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് ആ തൊപ്പിയുടെ ഗ്യാങ്ങിക്ക് ഒന്ന് കയറി കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ. കൊള്ളാം എന്തായാലും. അപ്പോൾ അതുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മമ്മു എന്ന് പറയുന്ന വ്യക്തി അവൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കൂടെ കൂടിയിട്ട് 2.5-3 വർഷമായി. ഈ മമ്മു എന്ന് പറയുന്ന വ്യക്തിൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്നല്ല, ആ ടൈം തൊട്ടേ അവൻ്റെ ഉപ്പ വേറെ അത് നോക്കി പോയതാണ്, അവൻ്റെ ഉമ്മാനെ ഉപേക്ഷിച്ച് പോയതാണ്. അപ്പോൾ അതൊക്കെ ഇവനറിയാം, അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവൻ എടുത്തത്. ഇവൻ ലൈവിൽ അവൻ്റെ ഉമ്മാനൊക്കെ വിളിക്കുന്നുണ്ട്, ഉമ്മാന് വിഷമിക്കേണ്ട വരില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം 2.5 വർഷമായിട്ടും ഇത്രയും കാലമായിട്ട് ഈ മമ്മൂ, ഞാൻ എൻ്റെ ഈ കാര്യങ്ങൾ നിങ്ങൾ മാറ്റി വെച്ചേക്ക്. എൻ്റെ ഈ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങിന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ ഒരു ഇതറിയിക്കാൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
അപ്പോൾ ഈ മമ്മു എന്ന് പറയുന്ന വ്യക്തി അവൻ്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയിട്ട് 2.5 വർഷമായി. ഈ ഒരു 2 മാസം മുമ്പ് മമ്മു എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ വീട്ടിൻ്റെ ഓടിട്ട വീടാണ്. ആ വീട് കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഞാൻ പറയാതെ തന്നെ മനസ്സിലാവും. അത് ഓനൊരു വീഡിയോ എടുക്കുന്നുണ്ട് ഓൻ്റെ വീടൊക്കെ കാണിച്ചിട്ട്. കാരണം ഇനി നമ്മളിത് പറയാണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതായി പോകും, മനസ്സിലായോ? നമ്മൾ പടുകുയിലേക്ക് പെട്ടുപോകും. നമുക്ക് ഓൾറെഡി സൈബർ ബുള്ളിങ്ങും ഇവിടുന്നും ഒക്കെ മൊത്തം ഇത് കിട്ടുന്നുണ്ട്. ഇവൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിക്കൊണ്ട് നമ്മളെന്തോ ഈഗോ കാണിച്ചു, അല്ലെങ്കിൽ എന്തോ ഈഗോ കാണിച്ചെന്നൊക്കെ പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, 13 വർഷമായിട്ട് എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരുത്തനോട് ഞാൻ എന്തിനാണ് ഈഗോ കാണിക്കേണ്ട ആവശ്യം? അല്ലെങ്കിൽ എന്നെ വളർത്തിയ, അല്ലെങ്കിൽ എനിക്കൊരു ഇതുണ്ടാക്കി തന്ന ഒരാളോട് ഞാൻ ഈഗോ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഷമീറ എൻ്റെ മുഖത്ത് തന്നെ ഉണ്ട്. എനിക്ക് ഈഗോ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് പറയണ്ട. നമുക്ക് അത്യാവശ്യം ഈഗോൻ്റെ സീൻ ഉണ്ടെന്നുള്ള എൻ്റെ മുഖത്തുണ്ട്, അത് വിട്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ ജെന്യുവിനാണ്. അതായത് നിങ്ങൾ പണിയെടുത്തിട്ട് കാശ് കിട്ടിയില്ല, പണിയെടുത്തിട്ട് അവിടെ ഒരു ടോക്സിക് എൻവയോൺമെൻറ്റ്, തല്ലും തെറിവിളിയും മാത്രമായിരുന്നു എന്നുള്ള സ്കീമാണെന്നുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യണം. മനസ്സിലായില്ലേ? അതായത് മറ്റത് എനിക്ക് ഈഗോ ഇല്ല എന്നൊന്നും പറഞ്ഞാൽ ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നവരുണ്ടാവാം. പിന്നെ മമ്മൂടെ ഫാമിലി, മമ്മൂടെ വീട്, മമ്മൂൻ്റെ വീട്ടിലെ അവസ്ഥ ഒന്ന് ഇപ്പോൾ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണെങ്കിലും മമ്മു ചെയ്തു കൂട്ടുന്ന പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ ഇങ്ങനത്തെ ഒരു ഫേസ് റിയൽ ലൈഫിലുണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ ഈ കാണിച്ചു കൂട്ടിയ ചണ്ടിത്തരങ്ങൾക്ക് ഇവൻ്റെ വീട്ടുകാർ എത്ര അനുഭവിച്ചിട്ടുണ്ടാവും? എന്നിട്ട് പൈസയില്ല. പൊട്ടെന്ന് പറഞ്ഞാൽ ലോക പൊട്ടനാണോ അവൻ? സീരിയസ്ലി മാൻ, ഇപ്പോഴാണ് ഒരു സിനിമയ്ക്ക് കിട്ടിയ ചങ്ങായിക്ക് പോകുന്നത്. അതിന് മുമ്പ് വരെ കാശുമില്ല, തെറിവിളിയും നാട്ടുകാരെ ഹെയ്റ്റും മാത്രം ബാക്കി. ഇതുകൊണ്ട് ഇവൻ്റെ വീട്ടുകാർ ഇങ്ങനെ ചോദിച്ചു പോകുന്നുള്ളത് ഞാൻ ആലോചിച്ച് നോക്കിയത്. ഇനി ഈ 2-2.5 വർഷമായിട്ട് ഇവൻ്റെ വീട്ടുകാർ ഇവനോട് ചോദിച്ചിട്ടില്ലേ, 1 രൂപ കിട്ടുന്നില്ലേ, അനക്കൊരു കാശ് കിട്ടുന്നില്ലേ? പിന്നെ തൊപ്പീനെ കൊണ്ടൊരു പുതിയ വീട് വെച്ച് കൊടുക്കാൻ പറ്റുമെന്നൊക്കെ, അതൊക്കെ അപ് ടു ഹിം. തൊപ്പിക്ക് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അതിനുള്ള പൈസ ഉണ്ട്. ഇപ്പം തൊപ്പിയുടെ തന്നെ പൈസയുടെ ഒരു അളവ് എത്രയെന്നുള്ളത് സംശയമാണ്. ഞാൻ പലപ്പോഴായിട്ട് തൊപ്പി വന്നിട്ട് ഒരു വട്ടം ഓർമ്മ ഉണ്ടോ, പൈസ മുള്ളു പോയി, ക്രിപ്റ്റോയിൽ അടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സ്കീമൊക്കെ ഇറക്കിയിരുന്നു തൊപ്പീൻ്റെ തന്നെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എനിക്ക് ഡൗട്ടാണ്. അങ്ങനെ മുന്നൂനൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ എനിക്കറിയാം ഒരു ടൈം വരെ എന്തായിരുന്നു ഇവൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നുള്ളത്. ഇനി ഒരു ടൈമിന് ശേഷം അത് കയറിയിട്ടുണ്ടോ അല്ലെങ്കിൽ സ്റ്റേബിൾ ആയോ എന്നുള്ളതൊക്കെ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. അങ്ങനെ ആയാൽ തന്നെ ഇപ്പോൾ വീട് എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പോൾ പല ചാരിറ്റിയും തൊപ്പി ചെയ്യുന്നുണ്ട്, ഗിവ് അവേ ചെയ്യുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കപ്പാസിറ്റിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമായിരുന്നെങ്കിൽ ചെയ്തു കൊടുക്കാമായിരുന്നു. ഇനി അതിൻ്റെ അപ്പുറമുള്ള ഒരു കാര്യമാണോ? പിന്നെ ലൈവിൽ തന്നെ നമ്മൾ കണ്ടാണ് മമ്മൂൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് എല്ലാം നോക്കിക്കൊണ്ട് അങ്ങനെ തന്നെ കമ്മിറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തത്. ഇവിടെയാണ് തൊപ്പിക്ക് പറ്റുന്നത്. പല കമ്മിറ്റ്മെൻറ്റ്സും കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു പറയുന്നു, ലൈഫ് സെറ്റിലാക്കി കൊടുക്കുന്നു പറയുന്നു, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. അവിടെ തൊപ്പി എങ്ങനെ ഡിഫെൻഡ് ചെയ്യും? തൊപ്പി എങ്ങനെ വന്ന് ന്യായീകരിക്കും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അതായത് അവിടെ 2 മെസ്സാണ് അവിടെ ഉണ്ടാവാറ്. അതായത് നമുക്ക് സാമ്പാറും അല്ലെങ്കിൽ രസവും ചോറും എന്തെങ്കിലും വറവോ അങ്ങനെ മുട്ട പൊരിച്ച അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അവൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ചിക്കൻ ഫ്രൈ, പിന്നെ അവൻ്റേതായ ഒരു ഫുഡുകളുണ്ട്, ചിക്കൻ ഫ്രൈ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവന് വേറെ തന്നെ ഒരു ഫുഡ്. അങ്ങനെ 2 മെസ്സാണ് അവിടെ നടക്കുന്നത്. ഭക്ഷണത്തിൽ വരെ വേർതിരിവ് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭക്ഷണത്തിൽ വരെ വേർതിരിവ് കാണിക്കുന്ന അത്രയും എക്സ്ട്രീമിക്ക് തൊപ്പി പോയോ എന്നുള്ളത് ഞാൻ ചിന്തിച്ചു. തൊപ്പി മാറിയിട്ടുണ്ട്, തൊപ്പിയുടെ ഫേസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, തൊപ്പിയുടെ അറഗൻസ് കൂട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ തൊപ്പിക്ക് ആ ഒരു ഞാൻ എന്ന് പറഞ്ഞ സാധനമൊക്കെ വന്നിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരേ വീട്ടിലിരുന്നുകൊണ്ട് 2 മെസ്സ് മേ ബി അത് വാണ്ടഡ്ലി ഉള്ളതായിരിക്കണം എന്ന് തോന്നുന്നില്ല എനിക്ക്. ഞാൻ പറഞ്ഞത് നേരത്തെ, തൊപ്പിക്ക് ചിലപ്പോൾ ഹെൽത്ത് നോക്കാനും അതിൻ്റെ ബാക്കി പരിപാടിക്കും തൊപ്പി ഒരു ഡയറ്റ് പറഞ്ഞിട്ടുണ്ടാവും. ഇവന്മാർക്ക് വേറെ ആയിരിക്കാം മേ ബി. അത് ഇവന്മാർ എടുത്ത രീതി, കാരണം ഒരു വീട്ടിനകത്ത് ഇരുന്നുകൊണ്ട് ഇപ്പോൾ ആ വീട്ടിനകത്തുള്ള ഒരു അറ്റ്മോസ്ഫിയർ മനസ്സിലായി എനിക്ക്. ജാസി, മമ്മു, ഷമീർ ഇവരെല്ലാം കൂടി ഒപ്പം ഇരുന്ന് പറയുന്നത് എന്തായിരിക്കും എന്നറിയാം, നമുക്കൊന്നുമില്ലടാ, നമ്മളെത്ര കഷ്ടപ്പാടില്ല, നമ്മളെ വീട്ടിൽ എന്ത് കഷ്ടപ്പാടാണ്, പക്ഷെ നമ്മളെല്ലാവരും കൂടി ചെയ്തു കൊടുത്തിട്ട് ഈ ഗ്യാങ് വലുതായില്ലേ, തൊപ്പിക്ക് ലക്ഷങ്ങൾ കിട്ടുന്നില്ല. ഇത് പറഞ്ഞാൽ പൊട്ടിയ വികാരമാണ് ഇപ്പോൾ ഈ കണ്ടത്. ആ വികാരം പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ തൊപ്പി വന്നിട്ട് തൊപ്പിക്ക് ചിക്കൻ കറിയും ചോറും അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ സെപ്പറേറ്റ് മെനു, ഇവർക്ക് തൊപ്പി ചിലപ്പോൾ അവൻ്റെ ഹെൽത്തിന് എന്ന് പറഞ്ഞ് ചിന്തിച്ചായിരിക്കാം, ബട്ട് സ്റ്റിൽ അത് ഇപ്പുറത്ത് ഇവരിലേക്ക് വരുമ്പോൾ കൺവേർട്ട് ആവുന്നത് വേറെ രീതിക്കുള്ള മൈൻഡ് സെറ്റിലായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇതിന് ഉത്തരം പറഞ്ഞത് തൊപ്പി തന്നെയാണ്, ഞാനങ്ങനെ ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളത്. പക്ഷെ ഇവർക്കത് ഹേർട്ടായിട്ടുണ്ട്. എനിക്ക് തൊപ്പിനോട് ഏറ്റവും കൂടുതൽ ദേഷ്യം എന്താ പറയും, സ്വന്തം ഗ്യാങ്ങിനകത്തുള്ള ഒപ്പം നിൽക്കുന്നവരുടെ കറൻറ്റ് സിറ്റുവേഷനും മൈൻഡും മനസ്സിലാക്കാൻ പറ്റാതെ പോയല്ലോ ഇവന് എന്നുള്ളതാണ്. അത് വളരെ മോശമായിപ്പോയി, മനസ്സിലായോ? പിന്നെ ജാസി എന്ന് പറഞ്ഞ ആൾക്ക് അവിടെ ഉണ്ടായ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ മമ്മൂനാണെങ്കിലും ഉണ്ട്. മമ്മൂനെ ഒരു ദിവസം മലപ്പുറത്ത് നമ്മൾ
നിൽക്കുമ്പം ഒരു പരിപാടിക്ക് പോയ സമയത്ത് എന്തോ ഒരു പ്രൊമോഷൻ പരിപാടിക്ക് എന്തോ ഇവനോട് ഇതാക്കാൻ പറഞ്ഞു. അപ്പം മമ്മു എന്തോ മൂടില്ലാന്നോ ഇത് അങ്ങനെ എന്തോ പറഞ്ഞു. കാരണം സ്വാഭാവികമായിട്ട് അവൻ 2-2.5 വർഷമായിട്ട് കൂടെ നിൽക്കുന്നതെന്ന് ഓൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് ഓൻ പറയുന്ന എല്ലാ ഇതിനും തുള്ളുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്നിട്ടും ഓന് എന്താ പറയുക, ഒരു 2 രൂപ ഓൻ്റെ കയ്യിൽ കിട്ടാത്തതുകൊണ്ടുള്ള ഇതുകൊണ്ടായിരിക്കാം മോട്ടിവേഷൻ. ആരും അങ്ങനെ എന്താ പറയുക 2-2.5 വർഷവും ഒരിക്കലും ഒരു കമ്പനിയിൽ ഇപ്പോൾ ശമ്പളം കിട്ടാതെ ആരും പണിയെടുക്കില്ല. അതുപോലെ തന്നെ അപ്പോൾ ഒരു ഡീമോട്ടിവേഷൻ വരും. അപ്പോൾ അതിൻ്റെ ഇതിൽ അവൻ പറഞ്ഞു പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നോ അങ്ങനെ എന്തോ ഒരു ഇതിൽ അതും ഇങ്ങനെ തലയൊക്കെ ചൊറിഞ്ഞോട്ട് ഇങ്ങനെ താഴേക്ക് നോക്കിയിട്ടാണ് പറയുന്നത്. അവനോട് നേരെ നിന്ന് നമ്മളാരും സംസാരിക്കാൻ നമുക്ക് പറ്റാറില്ല, അതിനുള്ളൊരു ഇത് ഉണ്ടാവാറില്ല. എനിക്ക് പിന്നെയും ഉണ്ടാവാറുണ്ട്, ബാക്കിയുള്ളവർക്ക് അത്രയും ഇത് ഉണ്ടാവാറില്ല. അപ്പം ഇങ്ങനെയൊക്കെ ആയിട്ട് ഓൻ പറഞ്ഞപ്പോൾ ഇവനെന്ത് ചെയ്തു, നീ ഇരിക്കുമെന്ന് പറഞ്ഞു ഓനെ കട്ടിലിരുത്തി. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ ഇവൻ്റെ കാല് കൊണ്ട് എന്ത് ചെയ്തു, ഓൻ്റെ മുഖത്ത് ഇങ്ങനെ ചൂട്ടി ഒരു 5 മിനിറ്റോളം മുഖത്ത് ചൂട്ടിയിട്ട് എന്താടാ എനിക്ക് പറ്റാത്തതെന്ന് പറഞ്ഞിട്ട് തെറിയൊക്കെ വിളിച്ചുകൊണ്ട് കാലിങ്ങനെ ചൂട്ടി. അത് കണ്ട് എനിക്ക് മൊത്തത്തിൽ ബാഡായി. പിന്നെ ഞങ്ങൾക്ക് ഓൻ്റെ അടുത്ത് പറയാനുള്ള ഇതില്ല, കാരണം ഓൻ ഭയങ്കര ഹൈപ്പർ ഇതായിട്ട് ദേഷ്യം പിടിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും ചിലപ്പോൾ ചവിട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് സ്വയം ഒരു പേടി ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മളവനെ കണ്ടതും ഈ പറഞ്ഞ പോലെ ഒരു ഇതായിട്ടാണ് നമ്മൾ കണ്ടത്. നമ്മളവനൊരു താഴ്ന്നൊരു ലെവലിലാണ് നമ്മളെ കാണുന്നത്. നമ്മൾ ശബ്ദ ഉയർത്തി ഓനോടൊന്ന് ചോദിക്കുക ഇതാക്കുകയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര പിന്നീട് ഓൻ നമ്മളെ ഇതാക്കും. അത് ലൈവിലും കുറേ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് ഓൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ലൈവിന് ശേഷം നമുക്ക് കുറേ ഇത് കിട്ടും. നമ്മളെ മെൻ്റലി ആണെങ്കിലും ഓൻ്റെ വായ കൊണ്ട് ഓൻ നമ്മളെ ഭയങ്കരമായിട്ട് തളർത്തും. പലതും പറഞ്ഞ് തെറിവിളിയിലൂടെയും ഇതുമെല്ലാമായിട്ട് നമ്മളെ തളർത്തും. അങ്ങനെ മമ്മൂനെ ഈ പറഞ്ഞ പോലെ ചവിട്ടി ഞാൻ. അപ്പോൾ റാംബോ ആണ് ഇതിൻ്റെ ലൈക്ക് മൊത്തം വീട്ടിലെ കാര്യങ്ങളും ഇവൻ പറയുന്നത്. അതായത് ഇവൻ തൊപ്പി പറയുന്നു ഇന്ന് ഇവർക്ക് ഫുഡ് കൊടുക്കണ്ട, അല്ലെങ്കിൽ ഇന്ന് ഇവർക്ക് ഇതില്ല, ഇന്ന് ഇവരിത് ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാംബോ ആണ് നടപ്പിലാക്കുന്ന ആൾ. ഒരു നടപ്പിലാക്കുന്ന ശ്വാസന ഇടുന്ന ആൾ തൊപ്പിയും, അത് നടപ്പിലാക്കുന്ന ആൾ റാംബോ ആണ്. റാംബോ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ റാംബോനെ ഞാൻ മാറ്റി നിർത്തി ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. റാംബോ ഇത് പറ്റൂല, നമ്മളെ കൂടെയുള്ള ഒരാളെ ഇവരിങ്ങനെ പറയുക ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബാഡാണ്, ഇത് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ റാംബോ പിന്നെ തൊപ്പീൻ്റെ അടുത്ത് പോയിട്ട് മെല്ലെ ഇതാക്കി അങ്ങനെ ഓനെ വിട്ടു. ഈ പറഞ്ഞ സീനടക്കെ ആയിരുന്നു. ഈ ചവിട്ടിയ സീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേസ്റ്റ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മോശം സാധനമാണ്. ഇതിൻ്റെ ഒരു നെക്സ്റ്റ് വേർഷനാണ് തോന്നുന്നു നമ്മൾ മമ്മൂന് ഇവനും ഒന്ന് പൊട്ടിച്ചല്ലോ ലൈവിൽ, അത് കണ്ടത്. അന്ന് നമ്മൾ ഞാൻ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് അന്ന് തൊപ്പീനെ. അപ്പോൾ ഇതൊക്കെ ഉള്ളിൽ നടക്കുന്നത് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് പുറത്ത് പൊട്ടി വരുന്നതാണ് ലൈവിൽ നമ്മൾ കണ്ട അടിയും കാര്യങ്ങളൊക്കെ. അതിൻ്റെയൊക്കെ മോശം സാധനങ്ങൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞു. ഇനി റാംബോൻ്റെ കേസ് പറയാം. റാംബോ മറ്റേ മൂടാണ്, നുഡൽ തൊപ്പിക്ക് ഉയർ തൊപ്പിക്ക് എന്ന് പറഞ്ഞുള്ള മൂടാണ്. കാരണം റാംബോ ഇപ്പോഴും കാണുന്നത് റാംബോൻ്റെ ലൈഫ് ഉണ്ടാക്കിയതും റാംബോന് ഇങ്ങനെ ഫെയിം കൊടുത്തതും റാംബോന് ഈ ഒരു ഇതുണ്ടാക്കി കൊടുത്തത് തൊപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡിലാണ് റാംബോ തൊപ്പിക്ക് പിന്നാലെ ഓർബിറ്റ് ചെയ്യുന്നത്. അതങ്ങനെ വരൂ, കാരണം ചില ആളുകൾ അങ്ങനെ അവർക്ക് അതൊന്നും മാറാൻ പറ്റില്ല. അവരവരുടെ യജമാനനോട് ഭയങ്കര കൂറുള്ള ആൾക്കാരായിരിക്കും. ആൻഡ് റാംബോൻ്റെ ഒരു വേർഷൻ ഇങ്ങനെ ആയിരിക്കും. ഇവന്മാരലമ്പ ആര് ഈ പറഞ്ഞ ഷമീറും അല്ലെങ്കിൽ മമ്മു ജാസിയൊക്കെ. അപ്പോൾ അവന്മാരൊന്ന് കൺട്രോൾ ചെയ്യണം. അപ്പോൾ തൊപ്പി കൺട്രോൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഗ്യാങ്ങിൻ്റെ ഒരു ബോഡി ഗാർഡ് ഞാനായതുകൊണ്ട് ഞാൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു എന്നുള്ളതായിരിക്കാം ഈ പറഞ്ഞ റാംബോൻ്റെ വേർഷൻ. എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ അതിനകത്ത് റാംബോനെ കുറ്റം പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ, ബിക്കോസ് എഗെയിൻ ഇറ്റ് ഗോസ് ടു തൊപ്പി പറഞ്ഞാലേ റാംബോ എക്സിക്യൂട്ട് ചെയ്യും. അല്ല റാംബോ ആയിട്ട് വന്ന് എന്തെങ്കിലും ചെയ്യാന്നുള്ള സ്കീമിലേക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല റാംബോൻ്റെ കേസിന്. തൊപ്പി പറഞ്ഞത് റാംബോ എക്സിക്യൂട്ട് ചെയ്തു, അത്ര റാംബോൻ്റെ സീൻ ഇതിനകത്തുള്ളൂ എന്നാണ് ഞാൻ കാണുന്നത്. അന്നെ വെച്ചോക്കോ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം 2.5 വർഷത്തോളമായിട്ട് അവിടെ എനിക്ക് ഒരു ഹാപ്പി എനിക്ക് ഉണ്ടായിട്ടില്ല. അത് ഷമീറിനോട് ചോദിച്ചാൽ അറിയാം, ജാസിനോട് എല്ലാവരോടും ക്യാമറന്റെ മുമ്പിൽ നമ്മൾ അഭിനയിക്കുന്നത്. കാരണം വ്ലോഗാണ്, ഞാൻ പറയാം അതിന്റെ ഇടയിൽ കട്ട് ചെയ്ത് നമ്മളെ അപ്പാട് തെറി വിളിക്കും. അതങ്ങനെയാണ്. കാരണം നമ്മളോട് അഭിനയിക്കാം. അതായത് ഞാൻ ശരിക്കും 2.5 കൊല്ലം നമ്മൾ അവനോട് പറയാ, ശരിക്കും നമ്മൾ അവിടെ ഓൻ കാണുന്നത് ശരിക്കും അടിമയായിട്ടാണ് നമ്മളെ കാണുന്നത്. കാരണം ഇവന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ആളായിട്ടാണ് അന്യം കാണുന്നത്, ഷമീറിനെയും കാണുന്നത്, ബാക്കിയുള്ള 7 എല്ലാവരും കാണുന്നത്. അത് കുഴപ്പമില്ല ഗൈസ്, അത് കുഴപ്പമില്ല. കാരണം അവൻ കാരണമാണ് നമുക്ക് ഒരു 4 ആൾ അറിയുന്നത്. അപ്പോൾ ഓനങ്ങനെ കാണുന്നതുകൊണ്ട് അതിൽ വലിയ തെറ്റൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഓന് വേണ്ടി വർക്ക് ചെയ്യുന്ന നമുക്ക്, എൻ്റെ സിസ്റ്ററുടെ ഒരു കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ ഇവൻ്റെ ഉമ്മാക്കൊരു കാര്യം വരുമ്പോൾ, ഇവൻ്റെ വീട് ചോർന്നൊലിക്കുമ്പോൾ 2 രൂപ തരണ്ടേ നമുക്കൊരു മനസ്സിലായോ? നമുക്കൊരു 2 രൂപ തന്നാൽ ഈ പറഞ്ഞ പോലെ
ഈ പറയുന്നതൊക്കെ നമുക്ക് കേട്ടോ സഹിച്ചോ കൊണ്ടോ നമുക്ക് നിൽക്കാം. ഈ പറഞ്ഞ എല്ലാ ബുള്ളിങ്ങും എല്ലാം നമുക്ക് സഹിക്കാം. പക്ഷേ ഒരു 2 രൂപ നമുക്ക് അവിടുന്ന് നമ്മൾ എടുക്കുന്ന പണിക്കോ അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് അവൻ്റെ ലൈഫിൽ പോയി പെർഫോം ചെയ്തതിനുള്ള റവന്യൂ പൈസയോ ഒന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചെയ്തതിനുള്ള ഇതിൽ നിന്ന് ഒരു 5,000 രൂപയെങ്കിലും മാസം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇതേപോലെ വന്ന് പറയാൻ ഞാൻ നിൽക്കൂലായിരുന്നു. മനസ്സിലായോ? അത്രയും നമ്മൾ ഫിനാൻഷ്യലി നമുക്ക് 1 രൂപ പോലും തരാതെ നമ്മളെ കംപ്ലീറ്റ്ലി പറഞ്ഞാൽ നമ്മളെ യൂസ് ചെയ്തു. മമ്മൂനെയൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തു, എന്നെ പറ്റാവുന്ന അത്ര യൂസ് ചെയ്തു, നമ്മളൊക്കെ യൂസ് ചെയ്ത് അവൻ അതിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. എന്നാൽ അതിൻ്റെ ഒരു പങ്കെങ്കിലും നമുക്ക് തന്നുകൂടെ, അതെന്തുകൊണ്ട് തന്നില്ല എന്നുള്ള വിഷമാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്. ഇവന്മാരിപ്പോൾ ഇന്നലെ ഇട്ട ലൈവിലും വീഡിയോനകത്തൊക്കെ പറയുന്നൊരു സാധനമുണ്ട്, ഞങ്ങൾ അടിമ പോലെ നിന്നാലും ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഞങ്ങളെ യജമാനന്. നിങ്ങൾ ആദ്യം ഈ മൈൻഡ് സെറ്റ് മാറ്റ്. നിങ്ങളെ യജമാനനോ അല്ലെങ്കിൽ നിങ്ങളെ സാധനമായിട്ടല്ല നിങ്ങൾ ആ ഗ്യാങ് കയറ്റിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ആ ഗ്യാങ്ങിൻ്റെ പാർട്ടായിരുന്നു. നിങ്ങൾ ആ ഗ്യാങ്ങിൽ വൈറ്റൽ റോളുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഡിമാൻഡാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി എന്നുള്ളത്. അവൻ ഡിക്ലെയർ ചെയ്ത കാര്യമാണ്. ഇപ്പോഴും നിങ്ങൾ ഈ മൈൻഡ് സെറ്റിൽ ഇങ്ങനെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, ഞങ്ങളെ യജമാനല്ലേ, ഞങ്ങൾ ഇങ്ങനെയല്ലേ ആനയല്ലേ, അത് മാറേണ്ടിയിരുന്നു നിങ്ങൾക്ക്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തൊപ്പി എന്ന് പറഞ്ഞ ആളുടെ വിസിബിലിറ്റി കിട്ടുന്നുണ്ടല്ലോ, പിന്നെ നമ്മൾ രക്ഷപ്പെടുമല്ലോ എന്നുള്ള മൂഡിലിരുന്നതും ആയിരിക്കണം. പക്ഷേ എന്താ പറയുക, ഇനി ഇത് പറയാതിരിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ സ്വന്തമായി തുടങ്ങിയല്ലോ, സ്വന്തമായി സെറ്റപ്പിൽ അങ്ങനെ പോകും. പിന്നെ തൊപ്പിയുടെ വേഷം വരട്ടെ ഇനി, അതേ എനിക്ക് പറയാനുള്ളൂ. ഈ മമ്മൂൻ്റെ കാര്യം പിന്നെ ഞാൻ ഒന്നും പറയുന്നത്, എനിക്ക് ഈ ചെക്കനോട് എന്താ പറയുക, ഞാൻ ഹോണസ്റ്റ്ലി പറയാം, ഇനി ഇവനെ കാണുമ്പോൾ തന്നെ ഒരുമാതിരി എന്തോ ഒരു പോലെയാണ്. കാരണം ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ടി, ഇപ്പോൾ ഇവൻ പറയുന്നത് ഇവൻ ഇങ്ങനെയല്ല റിയൽ ലൈഫിൽ, അല്ലെങ്കിൽ ഇവൻ കാണിച്ചു കൂട്ടാൻ ക്യാരക്ടറിന് വേണ്ടി എന്നൊക്കെ പറയുമ്പോഴും, ക്യാരക്ടറിന് വേണ്ടി ഏത് ലെവലിലും പോയി കഴിഞ്ഞാൽ ലൈഫിൻ്റെ പ്രശ്നം എന്താ പറയുക, ലൈഫ് എപ്പോഴും ഈ ലോ ലെവലിൽ തന്നെ ഇരിക്കും. ഈ പറഞ്ഞ സിനിമ കിട്ടിയെന്ന്, ഞാൻ വെരി സോറി ടു സേ ദിസ് മമ്മു, ഒരു സിനിമ കിട്ടിയെന്ന് പറഞ്ഞാലെങ്കിലും ഈ ലൈഫിൽ നിന്നൊന്ന് മാറി, ലൈഫൊന്ന് ചേഞ്ച് ആക്കാൻ നോക്ക്. ഈ ക്യാരക്ടറും കുന്തവും പണ്ടാർക്കും നീ ഒരു സ്ഥലത്ത് ഇട്ട്, നീ ഒരു എൻ്റർടൈനറാണ്. പക്ഷെ ആ എൻ്റർടൈനർ എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് വരുമ്പോൾ അതിൽ കുറച്ച് മാനദണ്ഡങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ക്വാളിറ്റി കൂട്ടാൻ പറ്റും ആസ് എൻ എൻ്റർടൈനർ. ആ ക്വാളിറ്റിയിലേക്ക് നീ വരണം. അല്ലാതെ നീ വീണ്ടും തൊപ്പീൻ്റെ ലൈവിലെ മറ്റേ സാധനമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ തീരും പോലെ സീരിയസ് ആയിട്ട്. എനിക്ക് അതുകൊണ്ട് തന്നെ ഇവനോട് എന്തോ ഒരു, എനിക്ക് ആ ഗ്യാങ്ങിൽ തന്നെ ഇവനോട് എന്തോ ഒരു എന്നുള്ളൊരു ഫീല് വരാൻ തന്നെ കാരണം ഇവൻ്റെ ഈ ഒരു ഔട്ട് ബേസ്റ്റാണ്. ഇവൻ പുറത്ത് കാണിച്ചൊരു ക്യാരക്ടറും ഇവൻ കാട്ടിക്കൂട്ടുന്ന വെക്കിളിത്തരമാണ്. മനസ്സിലായോ? അതിന് മാറിയാലേ നിനക്ക് ഇപ്പോൾ തൊപ്പീൻ്റെ അടുത്ത് നിന്ന് പോകുന്നു, നാളെ സിനിമ അല്ലെങ്കിൽ ഇനിയൊരു സ്ട്രീം ഇങ്ങനത്തെ ഈ ഫീൽഡിൽ എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിൽ നീ നിൽക്കണം എന്നുണ്ടെങ്കിൽ നീ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അപ്പ് ചെയ്യണം. അത് നീ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സീനായിരിക്കും. അപ്പോൾ ഈ ആൾക്കാർ അയൽവാസികളോടെല്ലാം എൻ്റെ ഉമ്മ കടം ചോദിക്കുകയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോയിട്ട് 500 പേര് ഇതാക്കി തരും. കാരണം ഉമ്മ തന്നെ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവർ അയൽവാസി അവർ പറയും, എന്താ നിൻ്റെ മോന് അടയിലുള്ള എൻ്റെ മോൻ്റെ പൈസയുണ്ട്. അതായത് ആൾക്കാർ നമ്മളെ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ നിയാദ് വലിയൊരു കോടീശ്വരനാണ്, അപ്പോൾ ഇവരെ എയിമിലും കുറച്ച് പൈസയും എല്ലാം ഉണ്ട്, എല്ലാ സെറ്റപ്പുള്ള ആൾക്കാരാണെന്ന ആൾക്കാരുടെ മൈൻഡിലുള്ളത്. പക്ഷേ നമുക്കെല്ലാം അറിയാം നമ്മളെ ഇവർ പൈസ ഉണ്ടോ. കാരണം നമ്മൾ ശരിക്കും എൻ്റെ യഥാർത്ഥ പണിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഷഡ്ഡി അലക്കലാണ്. അതായത് റാംബോൻ്റെയും നിയാദിൻ്റെയും ഷഡ്ഡി അലക്കലാണ്. അതും ഒരു 3 ആഴ്ചക്കുള്ളിൽ അവൻ്റെ ഷഡ്ഡി അലക്കിയിട്ടില്ലെങ്കിൽ മൊത്തിക്ക് അടി പോകും. കാരണം അവിടെ അനുഭവിക്കുകയും ചെയ്യുന്നതാ. കാരണം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഞാൻ പറയുന്നത് വെച്ചാൽ അത് അനുഭവിക്കണം. കാരണം അനുഭവിച്ച ആൾക്കാരാണ് നമ്മൾ. ഓൻ്റെ ഷഡ്ഡി അലക്കലും ഓൻ്റെ ഷൂ തുടക്കല് ഓൻ്റെ കാറുകളെല്ലാം ഒരു കുഴപ്പമില്ല. അതൊന്നും കാരണം നമ്മൾ കൂടി സഞ്ചരിക്കുന്ന വണ്ടിയാണ്, ഉപകാരമുള്ള വണ്ടിയാണ്. പക്ഷേ ഇത് നമ്മളെ അങ്ങനെയാണ് കാണുന്ന കാര്യം. ഓക്കെ അതെല്ലാം അനുഭവിക്കാം. ഷഡ്ഡി അലക്കാം, ഓൻ്റെ ഇത് പറയുന്നത് കേൾക്കാം, എല്ലാം കേൾക്കാം. എന്നാ പിന്നെ നമുക്കുള്ള എന്തെങ്കിലും ഓൻ സമ്പാദിച്ചതിൽ നിന്ന് നമ്മളെ ഇതും നമ്മൾ കോമാളിത്തരം കാണിക്കുന്നുണ്ടല്ലോ. അതായത് ഷഡ്ഡിയിട്ട് തുള്ളുന്നുണ്ട്, മറ്റവൻ അങ്ങനെ ആക്കുന്നുണ്ട്, ജോളോ ചിപ്പ് ആടി ഈടി ഇതാക്കുന്നുണ്ട്. പക്ഷെ അതിന് നമ്മൾ ഇതാക്കുന്നതിൻ്റെ എന്തെങ്കിലും ചെറിയ മാസം ഒരു 5,000 രൂപയെങ്കിലും തരാൻ മനസ്സ് എനിക്ക് കാണിക്കണമെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ അവൻ ഇതുവരെ 2-2.5 കൊല്ലമായിട്ട് ഇവന് അതുവരെ കാണിച്ചില്ല. പക്ഷെ അവൻ പൈസ അയക്കും. എൻ്റെ ഗൂഗിൾ പേയിലെല്ലാം നിങ്ങൾ ചോദിക്കുന്ന ഇത് കാണിച്ചു. പക്ഷെ അവൻ പൈസ അയക്കലുണ്ട് മക്കളെ. 10,000 രൂപയോ 5,000 രൂപ ലോൺ അയക്കും. അത് എന്തിനു വേണ്ടിയിട്ട്? ഓൻ്റെ കാര്യങ്ങൾ, അതായത് ഇവിടെ അടക്കാൻ, എണ്ണ അടിക്കാൻ, ഓനിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ, ഓനിക്ക് വേണ്ട അണ്ടിപ്പരിപ്പ് വാങ്ങാൻ, ഓനിക്ക് വേണ്ട ഫുഡ് വാങ്ങാൻ,
എനിക്ക് 10,000 ഉറുപ്പ്യ അയച്ചാൽ 3 ദിവസം കൊണ്ട് തീരും ഓൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട്. അതിൽ നിന്ന് ഒരു 10 ഉറുപ്പ്യ 20 ഉറുപ്പ്യ നമ്മളൊരു ചായയും ഇതും തിന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ 30 ഉറുപ്പ്യൻ്റെ മേലെ പോകരുതെന്നാണ് റാംബോൻ്റെ എല്ലാം അടുത്ത നിയമം. അപ്പോൾ അങ്ങനെ നിന്നിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നാണ് ഞാൻ ആളെ ചോദിക്കുന്നത്. മാനം കെട്ടി ജീവിക്കാൻ നാളല്ലടാ മമ്മൂന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. ഷെഡ്ഡി അലക്കി കൊടുത്ത കഥ പറയുന്നത്, എന്നിട്ട് വീണ്ടും ആ അലക്കി കൊടുക്കാൻ ഓക്കെ ആയിരുന്നു. ഇപ്പോൾ തൊപ്പി ഇവർക്ക് മാസം 25,000 30,000 രൂപ ഒരു സാലറി വെച്ച് കൊടുത്തിരുന്നെങ്കിൽ ഇതേ മമ്മു ഷെഡ്ഡി അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇല്ലേ? നിങ്ങൾ ആലോചിക്കും, ഷെഡ്ഡി ഒരു ഷെഡ്ഡില്ല, ഒരു 10 ഷെഡ്ഡില്ല, ഒരു ഇടുന്ന ഷെഡ്ഡി ഒക്കെ ഈ ഇട്ട ഷെഡ്ഡി ഊരി അലക്കി കൊടുക്കുമായിരുന്നു. എന്തിനാടാ ഈ പറയുന്നില്ല. അപ്പം കാശിന് വേണ്ടി റെഡി ആയിരുന്നു എന്നുള്ള രീതിക്കാണ് സംസാരിക്കുന്നത്. ഗ്രോ അപ്പ്, വളര്, കുറച്ചും കൂടി മെച്ചുവറാവ്, ചിന്തിക്ക്. ഷെഡ്ഡി അലക്കി ഈ ദേഷ്യ വരുന്നത്, കൈ കിട്ടിയാൽ പറയില്ല, പച്ചത്തറി വിളിച്ച് പറയാനേ തോന്നുന്നത്. ഇപ്പം വന്നിരുന്നു പറഞ്ഞു ഷെഡ്ഡി അലക്കി കൊടുത്ത അങ്ങനെ ചെയ്ത് കുഴപ്പമുണ്ടായിരുന്നില്ല, കാശ് കിട്ടിയെന്നെങ്കിൽ. കാശ് കിട്ടി എന്ത് ചെയ്യൂ? അയ്യേ, ഇതങ്ങനെ ഒരു പറയുന്നില്ല. ഇതിപ്പോൾ ഇപ്പം എൻ്റെ ഉമ്മാക്കും ബാക്കിയുള്ളവർക്കും കാണുമ്പോൾ നല്ല സന്തോഷമായിരിക്കും. നാട്ടുകാർ മൊത്തം അറിഞ്ഞല്ലോ മോൻ എന്ത് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഓക്കെയാണ്. ഇനി ബാക്കി കാണാം. ഇനി ലൈവിൽ വേറെ നടന്നിട്ടുണ്ട്, അതും കൂടി നോട്ടെ. എന്നാലും ലൈവിൽ കുറച്ച് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ടായിരുന്നു. 2 എഡിറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഒന്ന് ഡാനി, ഒന്ന് അഖിൽ. മനസ്സിലായി? ഇവർക്ക് സാലറി അവൻ കൊടുക്കുമായിരുന്നു. ഇവരെ ഒരു ഫസ്റ്റ് ഇവർക്ക് അവൻ ഫസ്റ്റ് പറഞ്ഞ സാലറി ഇത്ര അറിയാം, 8,000 രൂപയാവും അങ്ങനെ എന്താണ് ഈ പറഞ്ഞ മാസം. ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ഉറുപ്പ്യ ഉണ്ടാക്കുന്ന BMW ഉള്ള തൊപ്പി കൊടുത്തുകൊണ്ടിരുന്ന പൈസ എന്ന് പറഞ്ഞാൽ 10,000 രൂപ 9,000 രൂപ എന്താ. എന്നിട്ട് അവർ പറഞ്ഞു നമുക്ക് ഇത് പറ്റൂല, നമ്മൾ പോവാ ഇവിടുന്ന് എന്ന് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ തൊപ്പി എന്ത് ചെയ്തു ശമ്പളം കൂട്ടി കൊടുക്കാമെന്ന് പറഞ്ഞു. കാരണം അവന് ആവശ്യമായിക്കൊണ്ട് GPay പ്രൂഫ് കാണിക്കാം ബ്രദർ, ഞാൻ എല്ലാം കാണിക്കാം, വെയിറ്റ് ചെയ്യും. ഈ പറഞ്ഞ പോലെ അവർക്ക് ശമ്പളം കൂട്ടി കൊടുത്തു. അതായത് ഈ എഡിറ്റേഴ്സ് അടക്കമുള്ള പയ്യന്മാർ അവിടെ നിന്നിട്ട് സഫർ ചെയ്തു എന്നുള്ള സ്കീമാട്ടോ ഇവൻ പറയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു മാത്രം ബേസിക് പ്രശ്നം മാത്രമല്ല, ഇത് അവരുടെയും കൂടി പ്രശ്നമാണെന്നുള്ള രീതിക്കാണ് ഷമീർ, അതായത് ഷമീറിനും ഗ്യാങ്ങിനും മാത്രമല്ല എല്ലാവർക്കും സീനുണ്ട്. റാംബോയ്ക്കും മുനാവറിനും തൊപ്പിക്കും അല്ലാതെ ബാക്കി എല്ലാവർക്കും ഉണ്ട് എന്നുള്ള പറയുന്നത്. അവൻ ആ എഡിറ്റർ ചെക്കൻ വന്ന് പറയുന്നുണ്ട് നിങ്ങളെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്, നിങ്ങളെ ഭാഗത്ത് ശരിയുള്ളതുകൊണ്ടാണ് ഇറങ്ങിയതെന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഔട്ട് ആൻഡ് ഔട്ട് തൊപ്പി മനസ്സിലാക്കേണ്ടത് തൊപ്പിയുടെ ട്രാക്ക് ശരിയായിരുന്നില്ല, തൊപ്പി ഇവരെ ഡീൽ ചെയ്തത് ശരിയായില്ല എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി കണക്ക് നല്ലത് തൊപ്പിയെ ഒന്ന്. ഇനി ഈ പറയുന്നവർ ബാക്കിയുള്ളവരോട് കാണിച്ചതോ, അങ്ങനെ ഒരു കഥ ഉണ്ടല്ലോ. ഇവർ ഗ്യാങ്ങായി പാട്ടിറക്കുന്നു, മറ്റേ ചെയ്യുന്നു, സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യുന്നു, ഗ്യാങ്ങായിട്ട് പോകുന്നു, ഉദ്ഘാടനം ചെയ്യുന്നു. ഷമീറും ജാസിയും മമ്മും ഒക്കെ മനസ്സിലാക്കേണ്ട വേറൊരു കർമ്മ എലമെൻറ്റ് ഇതിനകത്തുള്ളത് എന്താ പറയുക, നിങ്ങൾ ഈ പോയ സ്ഥലങ്ങളിൽ അവിടെയുള്ള ആൾക്കാരോട് ബിഹേവ് ചെയ്തത് എങ്ങനെ? അവിടുത്തെ ക്യാമറാമാൻ, അവിടുത്തെ എഡിറ്റേഴ്സ്, അവിടുത്തെ മേക്കപ്പിൻ്റെ ആൾക്കാർ, അവിടുത്തെ ബൗൺസേഴ്സ്, അവിടുത്തെ ആൾക്കാരോട് നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്തിരുന്നത്? എനിക്ക് ഈ ഒരു വീഡിയോ നിങ്ങളത് വന്നതിന് ശേഷം 1-2 ചെക്കന്മാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, സായി ബ്രോ ഇവന്മാർ ഈ കാണുന്നൊന്നും ആയിരുന്നില്ല. തൊപ്പി ഓക്കെ അഹങ്കാരം കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തൊപ്പീൻ്റെ ആ ഒരു അറഗൻസ് കാണിച്ചിട്ടുണ്ട്. ഇത്രയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവന്മാർ ഞങ്ങളോട് കാണിച്ചു കൂട്ടിയത് എന്താ സായിബോയ്ക്ക് അറിയോ? ഇവന്മാർക്ക് തൊപ്പിയേക്കാൾ വലിയ അഹങ്കാരമായിരുന്നു അപ്പം നടന്നപ്പോൾ എന്നുള്ളത്. അപ്പം എന്തായി? ഓൾറെഡി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേറൊരാളുടെ സങ്കടം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു ആ സമയത്ത്. ഇപ്പം സങ്കടം വന്ന് നാട്ടുകാരോട് വിളിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ കാണിച്ചതും കൂടി എന്താ, നിങ്ങളെ കൊണ്ട് സങ്കടപ്പെട്ട ഒരു ലോഡ് ആൾക്കാരുണ്ട്, മനസ്സിലായോ? നിങ്ങളെ പ്രോഗ്രാമിന് വന്നിട്ടും, നിങ്ങളെ ജേഴ്സി ലോഞ്ചിന് വന്നിട്ടും, നിങ്ങളെ പരിപാടിക്ക് വന്നിട്ടും മമ്മൂൻ്റെയും മറ്റൊരു ഇവരൊക്കെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട്, അല്ലെങ്കിൽ ഇവർ പോയിട്ട് അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് കണ്ടിട്ട് അതിന്ന് സഫർ ചെയ്ത കുറേ ആളുകളുണ്ട്. അപ്പം അതിൻ്റെ കർമ്മയൊക്കെ കിട്ടാതിരിക്കും. ഇനിയെങ്കിലും ലൈഫിൽ ഞാൻ പറയുന്നത് അതൊക്കെ ഒന്ന് കുറയ്ക്കി. കാരണം ഇപ്പുറത്ത് കിട്ടി ശീലമുള്ള ആൾക്കാരെ കിട്ടി എന്താ പറയുക, ലൈഫിൻ്റെ ആ ഒരു ചവിട്ടും കാട്ടും തൊപ്പും പൈസ ഇല്ലായ്മയും അടിമപ്പണിയും എടുത്ത് ജീവിച്ച ആൾക്കാർ ബാക്കിയുള്ളവർ റെസ്പെക്റ്റ് ചെയ്യണം. അത് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അത് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. മുന്നോട്ടുള്ള ലൈഫിന് നിങ്ങൾക്ക് നല്ല കാര്യമായിരിക്കും. ഐഫോൺ നിങ്ങൾക്ക് എന്തോ PC മേടിച്ചു തരാം, നിങ്ങൾക്ക് എന്തോ ഐഫോൺ അതെവിടെ? PC എവിടെ? PC പോയിട്ട് എടാ PC-നെക്കാട്ടിയും ഏറ്റവും ഇതാണ് ഒരാൾക്കുള്ള ഒരു മൊബൈൽ. അതായത് എന്നോട് അധികം ചെയ്യാൻ പറയല് IR ഇതാണ്.
അപ്പം IRL ഞാൻ ഈ പൊട്ടിപ്പൊളിന ഫോണിലാണ് ഞാൻ IRL ചെയ്യുന്നത്. മമ്മൂൻ്റെ ഫോൺ എൻ്റെ ഫോൺ അതാടാ, എൻ്റെ അപ്പുറത്ത് തന്നെ. ഞാൻ എന്തിനാ കള പറയുന്നത്? നീ ഒരിക്കൽ 45,000 എന്തോ ലൈവ് കാണിച്ചില്ലേ? ഞാനടക്കം വിശ്വസിച്ചത് അത്. ഞാൻ ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു. എടാ അപ്പൊ ഞാനടക്കം നീ വിശ്വസിച്ചായിരുന്നു. ഞാൻ മാത്രല്ല, വീട്ടിലെന്തോ നീ കണ്ണൂർ നാട്ടിലുണ്ട്, കണ്ണൂരെന്തോ നിങ്ങൾ മാത്രല്ല, കാരണം എൻ്റെ ഉമ്മ പോലും വിശ്വസിച്ചു. 45,000 പിറ്റേന്ന് ഉമ്മ വഹിക്കുന്നത് 45,000 ഇല്ല, എന്താ പൈസ അയക്കാത്തേന്ന്. കാരണം ഓന്റെ പൈസയാടാ. ഓൻ എനിക്ക് 2-3 ദിവസം മുമ്പേ നിങ്ങൾ ചോദിക്കാൻ തുടങ്ങി ബാങ്ക് ബാലൻസ്. ഇതിപ്പോ ഓൻ പറഞ്ഞാണ് ഇങ്ങനെ ഇവര് ചോദിക്കുമ്പോ എന്തായാലും കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇതാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഓൻ തന്നെ ആരോടോ അങ്ങ് അയപ്പിക്കും. കാരണം ഓനിക്ക് ഇങ്ങനെ അയക്കാൻ പറ്റില്ല, എന്തോ ടാക്സ് എന്തോ ഇതില്ലോണ്ട്. അപ്പോ ഓന്റെ പൈസയും ഓന്റെ പ്രൊമോഷന്റെ പൈസയെല്ലാം കുറച്ച് അനക്ക് അയക്കും. ബാക്കിയുള്ളവർ കുറെ ഉണ്ടാവും, കുറെ ആൾക്ക് ഓനക്ക് അയക്കും. അതായത് ഓന്റെ അക്കൗണ്ടിലേക്ക് വന്ന ഇതാണെന്നല്ലോ എന്നൊക്കെ അറിയില്ല. അപ്പോ അങ്ങനെ അയച്ച പൈസയാണ് ആ 45,000 എന്നുള്ള ഒരു സാധനം. ഞാൻ ഇവനോട് ചോദിച്ചു, നീ അത് ഞാൻ എൻ്റെ വീട്ടിന്റെ അവസ്ഥ ഇതെല്ലാം ഞാൻ അങ്ങ് കാണിച്ചു കൊടുക്കട്ടെ, അതായത് ആൾക്കാരിൽ അറിയട്ടെ. കാരണം പിന്നെ മമ്മൂന്റെ വീട് എല്ലാവരും കാണട്ടെ, ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ. ഓൻ പറഞ്ഞ ഒരു വാക്കാണ്, പൊന്നു മമ്മു ദയവ് ചെയ്ത് നിന്റെ ആ പൊട്ടിപ്പോളുന്ന വീട് കാണിക്കല്ലേ, കാരണം അനക്ക് നാണക്കേടാണ്. ഉമ്മ സത്യമായിട്ട് പറഞ്ഞതാ. ഓക്കെ, കുളിസീന്റെ വിഷയത്തിൽ ആ കരച്ചിലും പിടിച്ചില്ല. ഞാൻ എന്തിനാ കരയുന്ന കേസ്? ഞാൻ കരുതുന്നത്, ഞങ്ങൾക്ക് കരയണമെന്ന് തോന്നി. ഞങ്ങൾക്ക് ആൾക്കാരോട്, ഞാൻ കുളിസീന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് ആൾക്കാരോട് പറയണമെന്ന് ഉണ്ടായിട്ടുള്ളൂ. ഗെയ്സ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്ക് ഇങ്ങനെ ആയിട്ട്. പക്ഷെ കരയാനെല്ലാം പ്രേരിപ്പിച്ചത് ഈ തൊപ്പി എന്നുള്ളൊരു വ്യക്തിയാണ്. നിഹാദ് എന്ന് പറഞ്ഞ പോലെയാണ് എന്നോട് കരയിപ്പിച്ചു. നീ അതുകൊണ്ട് പറഞ്ഞു, ഞാൻ അത് എന്തിനാ കരഞ്ഞിട്ട് വെറുതെ എന്തിനാ സ്ക്രിപ്റ്റ് ചെയ്തെല്ലാം ആക്കുന്നത്, ഞാൻ കരയാണ്ട് തന്നെ പറയാം. ഓൻ തന്നെയാണ് അതും കരയിൽ എന്ന് പറഞ്ഞ മുളകെല്ലാം കണ്ണിലിട്ടിട്ടാണ് കരയുന്നത്. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രയും ഇപ്പോ ഇതാന്നല്ലോ ട്രെൻഡ്, ഇതായി. ഇപ്പൊ ഷഡ്ഡീന്റെ പേരിലാണ് ഇപ്പോ ഇതാക്കുന്നത്. എടാ കൈയിട്ടുണ്ടടാ, ഷഡ്ഡി അലക്കിയിട്ടുണ്ടടാ, മൊത്തിക്ക് അടി കൊണ്ടിട്ടുണ്ടടാ, മൂക്കിനും മുഖത്തും ചവിട്ട് കൊണ്ടിട്ടുണ്ടടാ. എല്ലാം കൊണ്ടിട്ടുണ്ട്, എല്ലാം മാനക്കേടും അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഇരുന്നാളാ, അല്ലാപ്പൊന്നും പറയാനൊന്നുമില്ല. അല്ല പിന്നെ ഇത് കേട്ടിട്ട് തൊപ്പി വന്ന് നിങ്ങൾക്ക് കാശിരുന്ന് എനിക്ക് തോന്നുന്നില്ല. തന്നാ മേടിച്ച് വെക്കുക, കാരണം അവനവൻ്റെ അധ്വാനത്തിൻ്റെ കൂലിയാണ്, കിട്ടിയാൽ മേടിച്ചു, അല്ലാതൊന്നും പറയാനില്ല. ഇതിൽ വേറൊരു സിനാരിയോ എന്താ പറയുക, ഇപ്പോൾ ഇവരിരുന്ന് സംസാരിച്ച കാര്യങ്ങൾ, തൊപ്പിയുടെ വേർഷൻ, റാംബോ ഷമീർ ടീം ഈ RP റിലേറ്റഡ് ആയിട്ട് വേറൊരു സ്കീം ഇതിൻ്റെ ഇടയിൽ നടന്നു പോയിട്ടുണ്ട്. കാരണം തൊപ്പിയുടെ ഒരു വാക്വത്തിൽ, തൊപ്പി ലൈവ് ചെയ്യാത്തപ്പോഴും സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോഴും തൊപ്പിക്ക് ആ ഒരു സീനിൽ നിന്ന്, ഈ ഒരു എൻറ്റയർ സോഷ്യൽ മീഡിയ സീനിൽ നിന്ന് മാറിയ ടൈമിൽ ഇവർ ഈ RP ബേസ്ഡ് ആയിട്ട് കുറേ സാധനങ്ങൾ നടന്നിട്ടുണ്ട്. റാംബോ, ഷമീർ, അങ്ങനെ കുറേ ടീമുകൾ. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടി ഈ ഒരു എക്സ്പോസിങ് റിവീലിംഗ് സാധനത്തിൽ വന്നു എന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഏറ്റവും, കാരണം റിയൽ ലൈഫിൽ കുട്ടികളടക്കമുള്ള ക്രൗഡിനെ ആ ഹാപ്പി ഫേസ് കാണിച്ച്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ബോണ്ട് കാണിച്ച്, ബ്രദർ സാധനം കാണിച്ച്, ലാസ്റ്റ് ആട്ടും തുപ്പും കഞ്ഞിയും പയറും ഈ പറഞ്ഞ ദുരവസ്ഥയായിരുന്നു, ടോക്സിക് എൻവയോൺമെൻ്റ് ആയിരുന്നു എന്നൊക്കെ ഇപ്പോൾ വിളിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ തൊപ്പി സിനിമയിൽ പോയി ഇനി സിനിമ ക്ലിക്കാവില്ല ഒന്നും ഒരു ഉറപ്പില്ല, കാരണം സിനിമയാണത്. നാളെ വിറ്റങ്ങളെല്ലാവരും കൂടി ബിഗ് ബോസ് കയറാനുള്ള ഒരു സ്ക്രിപ്റ്റ് ആണോ എന്നും പറയാൻ പറ്റില്ല. എനിക്കിതിൽ ഞാൻ പറഞ്ഞല്ലോ, മുന്നേ പറഞ്ഞല്ലാതെ വേറെ ഒന്നിനും എനിക്ക് വിശ്വാസമില്ല. അതിനകത്ത് ഒരുത്തനും എനിക്ക് വിശ്വാസമില്ല. ഇവൻ തൊപ്പിനാണെങ്കിൽ പോലും വിശ്വാസമില്ല. കാരണം കണ്ടൻറ്റിൻ്റെ ഏത് എക്സ്ട്രീമിക്കും പോകാൻ പറ്റുന്ന, ചിന്തിക്കുന്ന, ചെയ്ത ഒരാളാണ് തൊപ്പി എന്നുള്ള ഒരാൾ. അതുകൊണ്ട് നാളെ ചിലപ്പോൾ ബ്രദർ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി വന്ന് ഇതേപോലെ ഒരു കസാലിയിട്ട് ഇതിൻ്റെ ബാക്കിൽ രാവണ പോലെ 10 തലയും വെച്ചിരിക്കും എന്നുള്ളതും പറയാൻ പറ്റില്ല. സംഭവിച്ച എല്ലാവരും കൂടി നല്ല രീതിക്കായാൽ നല്ലത്. പക്ഷെ ഇത്രയും അനുഭവിച്ച്, ഇത്രയും പറഞ്ഞ്, മുത്തിക്ക് അടിയും കൊണ്ട്, ആട്ടും തുപ്പും കേട്ട്, പൈസയും കിട്ടുന്നില്ല, ഭക്ഷണവും കിട്ടുന്നില്ല, ചഡ്ഡി അലക്കി നിൽക്കുന്നിടത്തുനിന്ന് ഇഞ്ഞ് പോയിട്ട് കൂടുമ്പോൾ നാട്ടുകാരോ ആരും ഇന്ന് വേറെ കേൾക്കേണ്ട അവസ്ഥ വരും. പിന്നെ തൊപ്പി ഡെഫിനറ്റ്ലി നാട്ടുകാർ വളർത്തിയതാണ്, മനസ്സിലായോ? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യൂവർഷിപ്പ് നിന്ന് മാത്രം വളർന്നതല്ല, ചീപ്പയിലടക്കം നാട്ടുകാർ കാശിട്ട് നിന്ന് വളർത്തിയ ഒരാളാണ് തൊപ്പി. ഇതേപോലെ ഒപ്പം ഗ്യാങ്ങിലുള്ളവരെ നോക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് നിൻ്റെ ഫെയിലിയറാണ്. പിന്നെ നിൻ്റെ വളർച്ചേൻ്റെ ഒരു സ്റ്റേജിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നിനക്ക് നിൻ്റെ പേഴ്സണൽ റീസൺസ് കാണുമായിരിക്കും, പേഴ്സണൽ ലൈഫിൽ പല ഇഷ്യൂസും കാണുമായിരിക്കും. ബട്ട് ഒപ്പമുള്ളവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി നീ ചെയ്തോ ഇല്ലേ എന്നുള്ളത് നീ ഇനി ഉത്തരം പറയണം. അവർ ചോദിക്കുന്ന ഓരോ, ഷമീർ കൊണ്ടുവന്ന ഓരോ സാധനത്തിനും, മമ്മു പറഞ്ഞ ഓരോ കാര്യത്തിനും, ജാസിയുടെയും വെച്ചിട്ടില്ല, ജാസിയുടെ അടുത്തൊരു വീഡിയോ ഇട്ട് ചെയ്യാൻ, ഇല്ലെങ്കിൽ ഇത് മണിക്കൂറുകൾ പോയി സാധനം.
അത് നിങ്ങൾ പറയണം. പിന്നെ ഇതിനകത്ത് ഇവർ ഈ ഓഡിയോ അല്ലെങ്കിൽ മുനവറിൻ്റെ ഒരു മുഖം എന്നൊക്കെ പറയുന്നുണ്ട്. മുനവർ എന്ന് പറയുമ്പോൾ എന്താവും ഇവിടെ എക്സ്ട്രീംലി ഉണ്ടാവുക പറയും. മുനവർ ചിലപ്പോൾ അവർ ചീത്ത വിളിക്കുന്നതായിരിക്കും. ഈ മുനു ചീത്ത വിളിക്കാനൊരു മെയിൻ റീസൺ എന്താണെന്ന് അറിയോ? ഇവരെല്ലാം പാവങ്ങളും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട. ഷമീറാണെങ്കിലും മമ്മു ആണെങ്കിലും ജാസി ആണെങ്കിലും ഇപ്പോൾ ഈ വന്നിരുന്ന വീഡിയോ വെച്ചിട്ട് നിങ്ങൾ ഇവന്മാർ എക്സ്ട്രീം പാവങ്ങളെന്ന് വിചാരിക്കേണ്ട. തൊപ്പിയുടെ ഒപ്പം നിൽക്കുമ്പോൾ തൊപ്പി ഒരു ഫുൾ തൊപ്പിയാണെന്നുണ്ടെങ്കിൽ ഒരു അരത്തൊപ്പി, കാൽത്തൊപ്പി, മുക്കാത്തൊപ്പി എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നേറ്റങ്ങളാ. മനസ്സിലായില്ലേ? പൈസ കിട്ടിയില്ലെങ്കിലും ജഡ്ഡി അലക്കിയാലും കഞ്ഞിയും പേർ കുടിച്ച് ചോദിച്ചാലും ഇവർക്ക് ആറ്റിറ്റ്യൂഡിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. തൊപ്പിയുടെ അത്ര തന്നെ ഉണ്ടായിരുന്ന ടീംസാണ്. അപ്പോൾ ആ സാധനത്തിൽ നിൽക്കുമ്പോൾ മുന്നു ചിലപ്പോൾ ചീത്ത വിളിച്ചിട്ടുണ്ടാവും. എനിക്ക് മുന്നുവിൻ്റെ സൈഡാവ് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞാൽ റാംബോ മറ്റതാണ്, ഉടൽ തൊപ്പിക്ക് ഉയർ തൊപ്പിക്ക് ഐറ്റമാണ്. അതുകൊണ്ട് പിന്നെ റാംബോൻ്റെ കേസിൽ ഇനി തൊപ്പി പറഞ്ഞതിനപ്പുറത്തേക്ക് റാംബോ പോകില്ല. അപ്പോൾ അവിടെയും നേരെ പോകുന്നത് തൊപ്പിയുടെ തലയ്ക്കാണ് കാര്യങ്ങൾ. സോ ലെറ്റ്സ് ഈ തൊപ്പി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുമോ ഇല്ല എന്നുള്ളത്. പിന്നെ ഇവർ കുറേ തെളിവ് വെച്ചിട്ടില്ല, കുറേയൊക്കെ വെച്ചതൊക്കെ സ്ക്രീൻഷോട്ട് അത് ഇത്. ഇവൻ തന്നെ എന്ത് ചെയ്തു, ഷമീർ തന്നെ കൊടുന്നൊരു ഗേൾ ഫ്രണ്ടിൻ്റെ എന്തോ ഒരു ഹിഡൻ ഫയൽ എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ട് ലൈവിൽ ഓപ്പൺ ആക്കി വിട്ടിട്ട് അയ്യോ ഇത് ഓപ്പൺ ആയിപ്പോയി, ഇതാണ് ഞാൻ വീഡിയോ കുത്താത്തതെന്നൊക്കെ പറഞ്ഞ സ്കീമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇനി അടുത്തൊരു സാധനം ഇട്ട് കൊടുത്ത് സ്ക്രിപ്റ്റിലാക്കണോ എന്നുള്ളതും അറിയില്ല, കയ്യിൽ നിന്ന് പോയതാണോ എന്നുള്ളതും അറിയില്ല. അങ്ങനെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആൾക്ക് ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഹിഡൻ ഫയൽ തുറന്നിട്ട് ഈ തൊപ്പി നിൽക്കുന്നുണ്ട്, ഷമീർ നിൽക്കുന്നുണ്ട്, ഗേൾ ഫ്രണ്ട് അറിയില്ല, ഒരു ലേഡി നിൽക്കുന്നുണ്ട്, അതിൻ്റെ ഒരു കോൺടെസ്റ്റ് എന്താണെന്നുള്ളതും മനസ്സിലാവുന്നില്ല. ആകെ മൊത്തം ഇവന്മാർ നാറ്റിച്ചു പറയിപ്പിച്ചു എന്നേ പറയാനുള്ളൂ. ഇനിയിപ്പോൾ എന്താ പറയുക, തൊപ്പി ഒന്നും ഇങ്ങോട്ട് ശരിയാ നിൽക്കാൻ തൊപ്പീനെ പോയി കുത്താനും പിടിക്കാനും കുറേ ടീംസ് ഉണ്ട്. അവരൊക്കെ കയറി അടിക്കും, തൊപ്പിക്ക് അടിയൊക്കെ കൊള്ളും, എല്ലാം തൊപ്പി ഏറ്റുവാങ്ങേണ്ടി വരും, ഒരു പ്രശ്നവും ഇല്ലാതെ നിന്ന് കൊള്ളേണ്ടി വരും. കാരണം വേറെ ആരും പുറത്തുനിന്ന് വന്നിട്ടല്ല തൊപ്പീനെ എക്സ്പോസ് ചെയ്ത് ഫേക്കാന്ന് പറഞ്ഞത്, നിഴൽ പോലെ കൂടാണെന്നവരാ. അപ്പോൾ പിന്നെ അതിന് ഉത്തരം പറഞ്ഞ് നാട്ടുകാരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത് തൊപ്പി ചെയ്യേണ്ട പരിപാടിയാണ്. മനസ്സിലായോ? ഇല്ലെങ്കിൽ തൊപ്പി ഈ പറഞ്ഞ പോലെ ഇതോടുകൂടി തൊപ്പി എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ ക്ലോസ് ആയിപ്പോയി. ഈവൻ സിനിമ ഇറങ്ങിയാൽ പോലും ഫേക്ക് ഫേസ് എന്നുള്ള രീതിക്ക് മാത്രമായി പോകും തൊപ്പി. ലെറ്റ്സ് സീ തൊപ്പിയുടെ ഒരു വേർഷൻ വരുമല്ലോ എന്നുള്ള അറിയില്ലല്ലോ, നോക്കാം.